ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നാച്ചുറൽ ഹസാർഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ, നാച്ചുറൽ കലാമിറ്റീസ്. അപ്പൊ അതിനകത്ത് നമ്മൾ എർത്ത് ക്വേക്ക് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ ബാക്കിയുള്ള നാച്ചുറൽ കലാമിറ്റീസും കൂടെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്ത് ക്വേക്ക് പറഞ്ഞപ്പോൾ അത് ജിയോ ഫിസിക്കൽ ആണെന്ന് പറഞ്ഞു അല്ലെ, നമ്മുടെ ഭൂമിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ഹസാർഡാണ്. അതുപോലെ തന്നെ സുനാമിയും എന്ത് ജിയോ ഫിസിക്കൽ ആണ്. കാരണം ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന ഭൂമി കുലുക്കം അല്ലെ, കാരണം എന്താണ്, കടലിൽ നിന്ന് തിരമാല ഭയങ്കര ഉയരത്തിൽ വരുന്നതാണ് സുനാമി എന്നറിയാം. അപ്പൊ അതുകൊണ്ട് സുനാമിയും എന്ത് തന്നെയാണ്, ജിയോ ഫിസിക്കൽ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സുനാമിയെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കുക, ഈ ടേം വന്നേക്കുന്നത് ഒരു ജാപ്പനീസ് വേർഡാണ് സുനാമി എന്ന് പറയുന്നത്. അതിൽ സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർബർ എന്നും നാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ്സ് എന്നുമാണ്. ഓക്കെ, അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെ, അപ്പൊ അതും എന്ത് തന്നെയാണ്, ജിയോ ഫിസിക്കൽ ആണ്. ഭൂമിയുടെ അടിയിലുള്ള മോൾട്ടൺ ഫോമിലുള്ള ലാവ പുറത്തേക്ക് ക്രാക്ക് ആയിട്ട് പുറത്തേക്ക് ഒഴുകി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്നിപർവ്വതം അല്ലെങ്കിൽ വോൾക്കാനോ എന്നൊക്കെ പറയാ അല്ലെ. അതും എന്ത് തന്നെയാണ്, ജിയോ ഫിസിക്കൽ ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, വോൾക്കാനോ ടെൻസ് ടു എക്സിസ്റ്റ് അലോങ് ദ എഡ്ജസ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്. ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവനായിട്ട് പ്ലേറ്റുകളുടെ രൂപത്തിലാണ്. അപ്പൊ ഇതിങ്ങനെ തമ്മിൽ തട്ടിയും എന്താണ് വിട്ടുമാറിയും ഒക്കെയാണ് ഈ ഭൂമി. അതായത് നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്താണ് ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത പ്രതലമല്ല ഭൂമി എന്ന് പറയുന്നത് അല്ലെ. ഭൂമിക്കിടയിൽ വലിയ വലിയ ഗ്യാപ്പുകൾ ഉണ്ട്, അതിനെയാണ് പ്ലേറ്റ് എന്ന് പറയാ. അപ്പൊ അങ്ങനെയുള്ള പ്ലേറ്റുകൾ ചിലപ്പോൾ തമ്മിൽ ഇങ്ങനെ തട്ടി, അങ്ങനെയാണ് പർവ്വതങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ തമ്മിൽ ടച്ചായി അതിങ്ങനെ മുകളിലേക്ക് ഉയർന്നിട്ടാണ് ചില പർവ്വതങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഹിമാലയൊക്കെ അങ്ങനെ ഉണ്ടായ പർവ്വതമാണ്. അപ്പൊ ഇങ്ങനെ പല പ്രോസസ്സുകൾ ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ, അപ്പൊ ഇങ്ങനെ ചിലത് വന്നിങ്ങനെ തട്ടി ടച്ചാവും, ചിലപ്പോ വിട്ടു പോവും. അപ്പൊ അങ്ങനെ ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ ഓരോ യുഗങ്ങളൊക്കെ കഴിയുമ്പോൾ ടെക്ടോണിക് പ്ലേറ്റിന്റെ പൊസിഷനിങ്ങിലൊക്കെ ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പല രീതിയിലും ഭൂമിക്ക് പല മാറ്റങ്ങൾ ആവുന്നുണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ടെക്ടോണിക് പ്ലേറ്റിന്റെ എഡ്ജിലായിട്ടാണ് കൂടുതലും വോൾക്കാനോ ഉണ്ടാവുക. കാരണം ഈ ടെക്ടോണിക് പ്ലേറ്റ് ഗ്യാപ്പ് വന്നാലല്ലേ ഈ എന്താണ് അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലുള്ള ലാവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഭൂമിക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം ഇത് പുറത്തേക്ക് വരണമെങ്കിൽ അല്ലെ. അപ്പൊ ടെക്ടോണിക് പ്ലേറ്റിന്റെ എഡ്ജിലായിട്ടാണ് വോൾക്കാനോകൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർക്കുക. Okay, about 90% of all volcanoes exist within the ring of fire along the edges of Pacific Ocean. അപ്പോ ജിയോളജിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ ഭൂമിയിലെ 90% വോൾക്കാനോകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് പസഫിക് ഓഷ്യന്റെ എഡ്ജിലുള്ള റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് സോണുകളാണ്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം, അത്ര ഇമ്പോർട്ടന്റ് അല്ല. സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്ന സോണ്, പ്ലേസസ് ദർ ടു പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റ്, ഓഷ്യാനിക് പ്ലേറ്റും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ പ്ലേറ്റും. അതായത് ഓരോ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ്, വലിയ കടലുകൾ അതൊരു പ്ലേറ്റ് ആയിരിക്കും, പിന്നെ വലിയ കര ഇത് വേറൊരു പ്ലേറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും എന്ത് ചെയ്യുവാണ്, കൊളൈഡ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സബ്ഡക്ഷൻ സോൺ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ പറയുന്ന പോലെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇറപ്ഷൻ ഓഫ് വോൾക്കാനോസ് എവേ ഫ്രം ദിസ് സബ്ഡക്ഷൻ സോൺ ഇസ് റെഫേർഡ് ടു ആസ് മാന്റിൽ പ്ലൂംസ് ഓർ ഹോട്ട് സ്പോട്ട്സ്. അതായത് ഇതിനടുത്തുനിന്നുള്ള അഗ്നിപർവ്വതങ്ങളെയാണ് നമ്മൾ ഇതിനടുത്തുനിന്നുള്ള അഗ്നിപർവ്വതങ്ങളെ നമ്മൾ മാന്റിൽ പ്ലൂംസ് എന്നോ ഹോട്ട് സ്പോട്ട്സ് എന്നോ വിളിക്കാറുണ്ട്. ഓക്കെ, അതായത് ഒരു ഓഷ്യൻ പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും തമ്മിൽ കൊളൈഡ് ആവുമ്പോൾ, തമ്മിൽ ടച്ച് ആവുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്ന വോൾക്കാനോ, ആ വോൾക്കാനോനെ നമ്മൾ മാന്റിൽ പ്ലൂംസ് ഓർ ഹോട്ട് സ്പോട്ട്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഓർക്കുക. ഭൂമിയിൽ ഇങ്ങനെ പ്ലേറ്റുകളായിട്ടാണ് നമ്മുടെ ഒരു ഭൂമി പ്ലേസ് ചെയ്തേക്കുന്നത്. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പം ഈവൻ നമ്മുടെ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ ഇടയിൽ ഗ്യാപ്പുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഗ്യാപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഭൂമി നമ്മളിപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുവാണ്, ഇതിനിടയിൽ എവിടെയും ഗ്യാപ്പ് ഇല്ല, പക്ഷെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പുകൾ തമ്മിൽ ചില സമയത്ത് ഇങ്ങനെ കൊളൈഡ് ആവും, ചില സമയത്ത് അതിങ്ങനെ സെപ്പറേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ ചേഞ്ചിൻ ഈ പറയുന്ന കൊളീഷൻ സംഭവിക്കുമ്പോൾ ആണ് വോൾക്കാനോ കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ
മാൻഡിൽ പ്ലൂം അഥവാ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന വോൾക്കാനോ എങ്ങനെ രൂപപ്പെട്ട് വരുന്നതാണെന്നാണ് പറഞ്ഞത്? ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും അതുപോലെ തന്നെ ഒരു ഓഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാവുന്ന വോൾക്കാനോയാണ് മാൻഡിൽ പ്ലൂം അഥവാ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സൈക്ലോൺ ആണ്. അത് മെറ്റീരിയോളജിക്കൽ ആണ്. സൈക്ലോൺ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് രൂപപ്പെട്ട് വരുന്നത്? മിറ്റിയോർ, അതായത് അന്തരീക്ഷത്തിൽ നിന്നാണ് അല്ലെ. അപ്പൊ അത് ഭൂമിയായിട്ട് അതിന് ബന്ധമില്ല. അതുകൊണ്ടാണ് മിറ്റീരിയോളജിക്കൽ എന്ന് പറയുന്നത്. അതായത് എവിടെ നിന്നാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് സൈക്ലോൺ രൂപപ്പെട്ട് വരുന്നത്. ഓക്കെ, കൊടുങ്കാറ്റ്. അപ്പൊ അതുകൊണ്ട് അത് ഭൂമിയുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് എന്താണ്? മിറ്റീരിയോളജിക്കൽ ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, സൈക്ലോൺസ് ആർ കോൾഡ് ബൈ ഡിഫറെന്റ് നെയിംസ്. സൈക്ലോൺസിനെ പല രാജ്യങ്ങളും പല പേരിലാണ് അറിയപ്പെടുക. കരീബിയനിലും ഗൾഫ് ഓഫ് മെക്സിക്കോയിലും ടൈഫൂൺസ്, ഹുരിക്കെയിൻസ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും ടൊർണാഡോസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്നാണ് പറയാ. ഓസ്ട്രേലിയയിൽ വില്ലി എന്നാണ് പറയാ. ഇതൊക്കെ എന്ത് തന്നെയാണ്? സൈക്ലോൺ തന്നെയാണ്. അപ്പൊ ഓരോ രാജ്യങ്ങള് സൈക്ലോണിന് വേറെ വേറെ പേരുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൈക്ലോൺ തന്നെയാണ് എല്ലാം. ഓക്കെ, അപ്പോ ഇത് അറ്റ്മോസ്ഫിയറിലാണ് ഇത് രൂപപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് സൈക്ലോണിനെ നമ്മൾ മെറ്റീരിയോളജിക്കൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫ്ലഡ് ആണ്. ഫ്ലഡ് എന്ന് പറയുമ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതെന്താണ്? ഹൈഡ്രോളജിക്കൽ ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി പലതരത്തിലുള്ള ഫ്ലഡുകൾ ഉണ്ട്. ഫ്ലാഷ് ഫ്ലഡ്, റിവറൈൻ ഫ്ലഡ്, ഏർബൻ ഫ്ലഡ്. 3 തരം ഫ്ലഡുകൾ ഉണ്ട്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് എന്താണെന്ന് പറയാം. ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു രാത്രി മുഴുവനായിട്ട് അങ്ങ് മഴ നിന്ന് പെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം ഇല്ലേ, അതിനെയാണ് നമ്മൾ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയാ. അപ്പൊ അത് നേരത്തെ ഉണ്ടാവുന്നതല്ല. അതായത് ഈ മേഘവിസ്ഫോടനമൊക്കെ കാരണം ഭയങ്കരമായിട്ട് ശക്തമായ മഴയങ്ങ് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ അങ്ങ് പെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഫ്ലാഷ് അല്ലെ, വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഫ്ലഡ് ആണ് ഫ്ലാഷ് ഫ്ലഡ്. ഇനി റിവറൈൻ ഫ്ലഡ് എന്താണ്? നദീതീരത്ത് ഉണ്ടാവുന്ന വെള്ളപ്പൊക്കങ്ങളാണ്. അതായത് ഇപ്പം ആ നദിയില് വെള്ളം കൂടുമ്പോൾ അടുത്തുള്ള പ്രദേശങ്ങൾ എന്താവും? വെള്ളത്തിൽ മൂടാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പം ആലുവ പ്രദേശത്തൊക്കെ എന്താണ് നോർമലി ആലുവ പുഴയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിന്റെ തീരത്തുണ്ടാവുന്ന സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ മൂടാറുണ്ട്. അപ്പൊ അതെന്താണ്? റിവറൈൻ ഫ്ലഡ് ആണ്. ഇനി ഏർബൻ ഫ്ലഡ് ഉണ്ട്. അതെന്താണ്? സിറ്റിയിൽ മാത്രം കാണപ്പെടുന്ന ഫ്ലഡ് ആണ്. ഇപ്പൊ കൊച്ചിയിലൊക്കെ സിറ്റിയിൽ കാണപ്പെടുന്ന ഫ്ലഡ് ആണ്. ഇപ്പൊ ജയലക്ഷ്മി ഒക്കെ നിൽക്കുന്ന സ്ഥലം MG റോഡിൽ അവിടെ പെട്ടെന്ന് വെള്ളം കയറും കടകളിൽ. കാരണം എന്താ വെച്ചാൽ ഡ്രെയിനേജ് ഒന്നും പ്രോപ്പർ അല്ല. കാരണം വെള്ളം ഒഴുകി പോവാനുള്ള സംവിധാനം വളരെ കുറവാണ്. അപ്പോൾ ഒരു രാത്രിയൊക്കെ നിന്നങ്ങ് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം എങ്ങോട്ടും പോവാനില്ലാതെ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടന്ന് പിന്നെ അത് എന്ത് ചെയ്യും? അടുത്തുള്ള ബിൽഡിങ്ങിലേക്കൊക്കെ കയറി തുടങ്ങും. അങ്ങനെ ഫ്ലഡ് ഉണ്ടാവും. അതാണ് ഏർബൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ടൗണില് പ്രോപ്പർ അല്ലാത്ത ഡ്രെയിനേജ് സംവിധാനമൊക്കെ കാരണം ഉണ്ടാകുന്ന ഫ്ലഡ് ആണ് ഏർബൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരം ഫ്ലഡുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ 2 തരം വിൻഡിനെ പറ്റി പഠിക്കണം. കാറ്റബാറ്റിക് വിൻഡും ആനബാറ്റിക് വിൻഡും. ഓക്കെ, ഈ കാറ്റബാറ്റിക് വിൻഡ് കാരണമാണ് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുന്നത്. എന്താണ് കാറ്റബാറ്റിക് എന്ന് പറയാം? വിൻഡ് ബ്ലോയിങ് ഡൗൺ ഹിൽ, അതായത് കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് അടിക്കുന്ന കാറ്റുണ്ടല്ലോ. അതായത് കുന്നിന്റെ അവിടെ നിന്ന് മേഘങ്ങളൊക്കെ ആയിട്ട് കാറ്റിങ് വരും അല്ലെ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ക്ലൗഡി അല്ലാത്തൊരു സിറ്റുവേഷനിൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ലൗഡി ആവുന്ന സിറ്റുവേഷൻ കാണാറില്ലേ? അതായത് പെട്ടെന്ന് അങ്ങ് മേഘം മൂടുന്ന അവസ്ഥ. അത് ഈ പറയുന്ന പോലെ കാറ്റബാറ്റിക് വിൻഡ് അടുത്ത് എവിടെയെങ്കിലും കുന്നുണ്ടെങ്കിൽ ആ കുന്നിന്റെ അവിടെ നിന്നുള്ള മേഘങ്ങളെ കംപ്ലീറ്റ് ഈ കാറ്റിങ് കൊണ്ടുവരും. അപ്പോ ഇത് രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതൽ നടക്കുക. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് നൈറ്റ് ടൈം. ഇതാണ് ഫ്ലാഷ് ഫ്ലഡിന് കാരണമാവുന്നത്. കാരണം നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, രാത്രി പെട്ടെന്ന് എന്താണ്? കാറ്റബാറ്റിക് വിൻഡ് കാരണം കുന്നിന്റെ അവിടെ ഉണ്ടായിരുന്ന മേഘങ്ങൾ കംപ്ലീറ്റ് ഈ കാറ്റ് വഴി ഇങ്ങ് വന്ന് ആ മേഘം കംപ്ലീറ്റ് അങ്ങ് പെയ്തങ്ങ് തീർന്നു. അപ്പൊ ആ രാത്രി ഫുള്ള് മഴ നിന്നങ്ങ് പെയ്ത് കഴിയുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫ്ലഡായി. അതാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലാഷ് ഫ്ലഡിന്റെ റീസൺ എന്താണ്? കാറ്റബാറ്റിക് വിൻഡ് ആണ്. കാറ്റബാറ്റിക് വിൻഡ് ഹില്ലിൽ നിന്ന് ക്ലൗഡുകളെ താഴത്തേക്ക് കൊണ്ടുവരുന്നതാണ് എന്നുള്ളതും ഓർക്കാം. ഇനി ആനബാറ്റിക് വിൻഡ് എന്താണ്? വിൻഡ് ബ്ലോയിങ് അപ്പ് ദ ഹിൽ, കുന്നിന്റെ മുകളിലേക്ക് കാറ്റടിച്ച് മേഘങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അല്ലെ. ചിലപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് ഭയങ്കര കാർമേഘം മൂടി നിൽക്കുന്ന ഒരു കാറ്റങ്ങ് വരുമ്പോഴത്തേക്കും മേഘം അങ്ങ് തെന്നി മാറി അങ്ങ് പോകും അല്ലെ. അപ്പൊ അതുപോലെ ഇത് ഡേ ടൈമിലാണ് ആനബാറ്റിക് വിൻഡ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഫ്ലഡ് ആണ് പറഞ്ഞത്. അതൊരു ഹൈഡ്രോളജിക്കൽ പ്രോസസ് ആണ്. ഫ്ലഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഫ്ലാഷ് ഫ്ലഡ് ഉണ്ട്, റിവറൈൻ ഫ്ലഡ് ഉണ്ട്, ഏർബൻ ഫ്ലഡ് ഉണ്ട്. ഇങ്ങനെ 3 തരം ഫ്ലഡുകളാണ്. പിന്നെ 2 തരം വിൻഡിനെ പറ്റി പറഞ്ഞു, കാറ്റബാറ്റിക് വിൻഡും ആനബാറ്റിക് വിൻഡും. കാറ്റബാറ്റിക് വിൻഡ് താഴത്തേക്ക് അടിക്കുന്ന കാറ്റാണ് അല്ലെ. ആനബാറ്റിക് വിൻഡോ
കുന്നിന്റെ മുകളിലേക്ക് അടിക്കുന്ന കാറ്റാണ്. കാറ്റബാറ്റിക് വിൻഡ് രാത്രി സമയങ്ങളിലാണെങ്കിൽ ആനബാറ്റിക് വിൻഡ് ഡേ ടൈമിലാണ് എന്നുള്ള കാര്യവും ഓർക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. ആ യെസ് പറഞ്ഞു. ആനബാറ്റിക് വിൻഡ് കൊണ്ട് എങ്ങനെ ഫ്ലഡ് ഉണ്ടാവുന്നത്? എന്താണ് ഈ ആനബാറ്റിക് വിൻഡ് കൊണ്ട് എങ്ങനെയാണ് ഫ്ലഡ് വരുന്നത്? ആനബാറ്റിക് വിൻഡ് കാരണം ഫ്ലഡ് ഉണ്ടാവില്ല. കാറ്റബാറ്റിക് പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ ആനബാറ്റിക്കും കൂടി പറഞ്ഞതാ. അപ്പൊ ഇൻ കേസ് ആനബാറ്റിക് വിൻഡ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവണ്ടെന്ന് ഓർത്തിട്ട് പറഞ്ഞാണ്. കാറ്റബാറ്റിക് ആനബാറ്റിക്കും ഒരുമിച്ച് നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ എന്താണ് ഇങ്ങനെ മണ്ണിൽ എണ്ണുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവൂലേ, ഇപ്പൊ പെട്രോളിയം കൂടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മഴ പെയ്തു കഴിഞ്ഞാല് ഭൂമിയിലേക്ക് ഇറങ്ങൂലല്ലോ വെള്ളം. അത് ഈ പറയുന്ന പോലെ മണ്ണിന്റെ ഇത് അതിനൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പം അധികം മണ്ണ് വലിച്ചെടുക്കാത്ത, വെള്ളം വലിച്ചെടുക്കാത്ത മണ്ണൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളം താഴത്തോട്ട് സീപ്പായി പോവാതെ അത് കാരണമൊക്കെ ഫ്ലഡ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇത് മെയിൻ ആയിട്ട് വരുന്ന ഫ്ലഡ് ആണ് ഞാൻ പറഞ്ഞത്, ഈ 3 ഫ്ലഡ്. മലവെള്ളം വന്നാലും ഉണ്ടാവില്ലേ ഉരുൾപൊട്ടല്? എന്താണ് ഉരുൾപൊട്ടല് ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നാലും ഫ്ലഡ് ഉണ്ടാവുമല്ലോ? അത് ഫ്ലഡ് അല്ല, ഉരുൾപൊട്ടല് വേറെ തന്നെയാണ്. അത് ഫ്ലഡ് അല്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മല ഇടിയുന്നതാണ്. അപ്പൊ ആ മല ഇടിയുന്നത് അടുത്തുള്ള വെള്ളം കൂടെ വരുമ്പോ ആ വെള്ളത്തോടെയാണ് അത് താഴത്തോട്ട് ഒഴുകി വരുന്നത്. അല്ലെങ്കിൽ ആ മല ഇടിഞ്ഞ് അവിടെ നിന്നേനെ. വെള്ളം കൂടി ഉണ്ടാവുന്ന സമയത്ത് അത് ഒഴുകി ഇങ്ങ് താഴത്തോട്ട് വരും എന്നുള്ളതാണ്. അത് ശരിക്കും ഫ്ലഡ് എന്ന് പറയാൻ പറ്റില്ല. അത് ആ മലയിടിച്ചിലിന്റെ കൂട്ടത്തിൽ അടുത്തുള്ള റിവറിലേക്കൊക്കെ കയറി അത് ഇങ്ങ് വരുന്നതാണ്. അത് ഫ്ലഡ് അല്ല അത് ശരിക്കും. അത് ലാൻഡ് സ്ലൈഡ് ആണ്. അവിടെ വെള്ളമല്ലല്ലോ, അവിടെ വെള്ളം കൊണ്ടല്ല. അപ്പൊ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ അതിനകത്ത് കാഷ്വാലിറ്റി കുറവായിരിക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടാവും, മനുഷ്യരുടെ കാഷ്വാലിറ്റി കുറവായിരിക്കും. അതായത് മനുഷ്യർ മരിച്ചു പോകുന്ന കുറവായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് മാറി താമസിച്ചാൽ മതി. നമ്മുടെ വീട് അങ്ങനെയുള്ള സാധനങ്ങൾ നശിക്കും എന്നുള്ളതാണ് ഫ്ലഡിന്റെ പ്രശ്നം. അത്രേ ഉള്ളൂ. പക്ഷെ അത്രേ ഉള്ളൂ എന്ന് ഞാൻ ചെറുതാക്കി പറയുന്നതല്ല, ഞാൻ ലാൻഡ് സ്ലൈഡിനെ കമ്പയർ ചെയ്യുന്ന പറയുന്നതാണ്. അത് വലുത് തന്നെയാണ്, പ്രോപ്പർട്ടിയുടെ നഷ്ടം വലുത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആളുകൾ മരിക്കുന്നത് നോക്കുന്ന സമയത്ത് ലാൻഡ് സ്ലൈഡ് ആണ്. കാരണം ലാൻഡ് സ്ലൈഡിൽ വെള്ളമല്ല, വെള്ളത്തിനേക്കാൾ കൂടുതൽ മറ്റുള്ള കല്ല്, മരങ്ങള്, ഇങ്ങനെയുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കാഷ്വാലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അത് രണ്ടും രണ്ടാണ്. അതിനകത്ത് വെള്ളം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ വെള്ളം എന്ന് പറയുന്നത് ഈ പറയുന്ന കല്ലിനെയും മരങ്ങളെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. ശരിക്കും അവിടെ ഉരുള് പൊട്ടുന്നതാണ്, അല്ലെ? ആ പാറയാണ് ശരിക്കും പൊട്ടുന്നത്. അപ്പൊ അടുത്തുള്ള വെള്ളം അതിനെ എന്ത് ചെയ്യുന്നതാണ്, താഴത്തോട്ട് കൊണ്ടെത്തിക്കുന്നതാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സൈക്ലോണും ഫ്ലഡും ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഡ്രോട്ട് ആണ്. ഡ്രോട്ട് എന്ന് പറയുന്നത് എന്താണ്? വരൾച്ച, അല്ലെ? അത് ക്ലൈമറ്റോളജിക്കൽ ആണ്, അത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ക്ലൈമറ്റോളജിക്കൽ എന്നാണ് പറയാം. ഓക്കെ, ഈ ഡ്രോട്ട് തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. ഇതിനൊന്നും ഈ ഒരു ഏരിയയിൽ നിന്നൊന്നും അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് എർത്ത് ക്വേക്ക് ഒക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പ് ഓഫ് ഡ്രോട്ട് ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്ന് മെറ്റീരിയോളജിക്കൽ ആണ്, റെയിൻഫോളിന്റെ ആബ്സെൻസ് കാരണം. അപ്പൊ മഴ ഇല്ലാതിരിക്കുക, അങ്ങനെ മഴ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡ്രോട്ടാണ് മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ലീസ്റ്റ് സീവിയർ ഫോം ആണ്, അത് വലിയ സീവിയർ അല്ല. ഓക്കെ, മഴയുടെ ലഭ്യതക്കുറവ് കാരണം ഉണ്ടാവുന്ന വരൾച്ച അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്ന ഹൈഡ്രോളജിക്കൽ ആണ്. ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ. അതായത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ, അതായത് നമ്മുടെ ഭൂഗർഭ ജലത്തിലുള്ള അതിന്റെ അളവിലെ കുറവ് കാരണം ഉണ്ടാവുന്ന വരൾച്ച. അല്ലെ, ശരിക്കും നമുക്ക് ഭൂഗർഭജലം ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കിട്ടുന്ന എവിടുന്നാണ്? നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ആണ്. കാരണം വേനൽക്കാലത്ത് മഴയില്ല. അപ്പൊ നമ്മുടെ കിണറിൽ എവിടുന്ന വെള്ളം? നമ്മുടെ ഭൂഗർഭജലമാണ് നമുക്ക് കിണറിൽ വെള്ളമായിട്ട് വരുന്നത്, അല്ലേ? അപ്പൊ ആ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ വരൾച്ചയ്ക്ക് കാരണമാവും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ റീസൺ ആണ്. ഒന്നെന്താണ്? മഴയുടെ കുറവ്. അതായത് മഴക്കാലത്ത് മഴ കിട്ടിയില്ല, അപ്പോ നമ്മൾ വേനലാവുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, അത്രയും വെള്ളം കുറയും, അങ്ങനെ വരൾച്ച ഉണ്ടാവാം. രണ്ടാമത്തെ എന്താണ്? ഗ്രൗണ്ട് വാട്ടർ ലെവലിലുള്ള കുറവ് കാരണം വരൾച്ച ഉണ്ടാവാം. മൂന്നാമത്തേത് അഗ്രികൾച്ചർ ആണ്. ഒക്കേഴ്സ് വെൻ മോയ്സ്ചർ ലെവൽ ഇൻ സോയിൽ ഇസ് ഇൻസഫിഷ്യന്റ് ടു മെയിൻറ്റെയിൻ ആവറേജ് ക്രോപ്പ് yield. അതായത് ഈ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ, അതായത് നമ്മുടെ സോയിലിന്റെ മോയ്സ്ചർ ലെവല് ഇൻസഫിഷ്യന്റ് ആവുക. അതായത് ഇപ്പോ ഒരു ക്രോപ്പിന്
ആ ഭൂമിയിലുള്ള വെള്ളം മതിയാവാതെ വരിക. അന്നേരം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. അന്നേരം ഈ വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതായത് ചില സമയത്ത് അതായത് ഏതൊരു പ്ലാന്റിന് ഇപ്പൊ നമ്മള് ഒരു ചെടി നട്ടു, അതിന് നമ്മൾ ഒഴിക്കേണ്ട ഒരു വെള്ളത്തിന്റെ ഒരു അളവുണ്ട് അല്ലെ. അതായത് കുറേയൊക്കെ അത് ഭൂമിയിൽ നിന്ന് കുറെ വലിച്ചെടുക്കും. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കാതെ വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ നനയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ കൂടുതൽ നനയ്ക്കേണ്ടതായിട്ട് വരുമ്പോൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് എന്തിലേക്ക് ലീഡ് ചെയ്യിക്കും? ഈ പറയുന്ന ഡ്രോട്ടിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഒരു ആവറേജ് ക്രോപ്പ് ഈൽഡ് കിട്ടാൻ ഈ നമ്മുടെ സോയിലിൽ നിന്നുള്ള വെള്ളം മതിയാവാതെ വരുമ്പോൾ നമ്മൾ അത്രയും ഭയങ്കരമായിട്ട് അത് നനയ്ക്കേണ്ടതായിട്ട് വരും. അത്രയും നനയ്ക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വെള്ളം തികയാത്തൊരവസ്ഥ വരും. അതായത് ക്രോപ്പ് എന്താണെങ്കിലും നമുക്ക് വേണം, ഭക്ഷണം ധാന്യം നമുക്ക് എന്താണെങ്കിലും വേണം അല്ലെ ഭക്ഷണത്തിന്. അപ്പോ അത് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇത് നനയ്ക്കേണ്ടതായിട്ടും കൂടെ വരുമ്പോ എന്ത് വരും, അത്രയും വെള്ളം നമ്മൾ ഉപയോഗിക്കും. അത്രയും വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് ഡ്രോട്ടിലേക്ക് എത്തിക്കും. അതാണ് അഗ്രികൾച്ചറൽ കാരണം ഉണ്ടാവുന്നത്. നാലാമത്തെ ടൈപ്പ് സോഷ്യോ എക്കണോമിക് ഡ്രോട്ട് ആണ്. കോറിലേറ്റ്സ് ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ദ 3 above mentioned ടൈപ്പ് ഓഫ് ഡ്രോട്ട്. ഇത് 3 കാരണം ഉണ്ടാവുന്ന, ഇത് നേരത്തെ മുന്നേ പറഞ്ഞ 3 എണ്ണത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് നാച്ചുറൽ കലാമിറ്റി ആണ് വൈൽഡ് ഫയർ എന്ന് പറയുന്ന കാട്ടുതീയ്. ക്ലൈമറ്റോളജിക്കൽ ആണ്. ഈ വേനൽ സമയത്തൊക്കെയാണ് കാട്ടുതീ കൂടുതലും ഉണ്ടാവുന്നത് അല്ലെ. മരങ്ങൾ തമ്മിൽ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ തമ്മിൽ ഒരഞ്ഞൊരഞ്ഞാണ് കാട്ടുതീ ഉണ്ടാവുന്നത്. ഓക്കെ, ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്തത് ലാൻഡ് സ്ലൈഡ് ആണ്. നമ്മളിപ്പോ മുന്നേ പറഞ്ഞ അല്ലെ, ഉരുൾപൊട്ടല്. ഹൈഡ്രോളജിക്കൽ ആണ്, കാരണം അതിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ലാൻഡ് സ്ലൈഡ് നടക്കണമെങ്കിൽ വെള്ളം വേണം. അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ വെള്ളം ഉണ്ടായത് കൊണ്ടാണ് അത് താഴത്തേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മീഡിയം എന്താണ്, വാട്ടർ ആണ്. അതുകൊണ്ടാണ് അത് ഹൈഡ്രോളജിക്കൽ ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, കാരണം എന്തൊക്കെയാണ് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് വീക്ക്നെസ് ഇൻ കോമ്പോസിഷൻ ഓഫ് റോക്ക് ഓർ സോയിൽ ഇറോഷൻ. അതായത് ഈ റോക്കിന്റെ കോമ്പോസിഷൻ വീക്ക് ആവുക അല്ലെ, അപ്പോഴാണല്ലോ ഈ പാറ പൊട്ടുന്നൊരവസ്ഥ വരുന്നത്. അപ്പൊ അതൊരു റീസൺ ആണ്. പിന്നെ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. കാരണം മണ്ണൊലിപ്പ്, അതായത് മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോ ചെറുതായിട്ട് ഒന്ന് മഴ പെയ്യുകയും അങ്ങനെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂടി ഇങ്ങ് ഒഴുകി താഴത്തോട്ട് വരും. പിന്നെ ഇന്റൻസ് റെയിൻഫോളും ഒരു കാരണമാണ് അല്ലെ. ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന റോക്കൊക്കെ എന്താണ് ഇളകി അല്ലെ വരുന്നത്. പിന്നെ ഹ്യൂമൻ എക്സ്കവേഷൻ. ഇപ്പോ നമ്മള് ഈ മുണ്ടക്കൈ ദുരന്തത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ മേപ്പാടിയിൽ ഭയങ്കരമായിട്ട് ഈ എക്സ്കവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ, കാര്യങ്ങൾ. കാരണം നമ്മൾ അറിയാം, ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഏരിയകൾ, പ്രത്യേകിച്ച് ഇടുക്കി ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ശരിക്കും എന്താണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഘടന പ്രത്യേകതയുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഇടുക്കി ആണെങ്കിലും ഈ പറയുന്ന വയനാടൊക്കെ ആണെങ്കിലും അതിന്റെ ഭൂപ്രകൃതി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കൂടുതൽ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കല്ലുകൾക്കും അല്ലെങ്കിൽ ഈ പാറകൾക്കൊക്കെ ഇളക്കം വന്നു കഴിഞ്ഞാൽ, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം, ഹ്യൂമൻ എക്സ്കവേഷൻ, മണ്ണെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എർത്ത് ക്വേക്ക്, ഭൂമികുലുക്കം കാരണവും എന്തുണ്ടാവാം, ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം. വോൾക്കാനിക് ഇറപ്ഷൻ കാരണം ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ പല പല റീസൺസ് ആണ്. ഓരോ സമയത്തും ഇത് ഏതെങ്കിലും ഒരു റീസൺ ഒക്കെ കാരണമായിരിക്കും ഈ പറയുന്ന ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. 2005 അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Okay. The High Power Committee on Disaster Management in 2001 suggested following levels for disaster management. അതായത് ഇവരുടെ ഒരു ഹൈ പവർ കമ്മിറ്റി ലെവലുകളായിട്ട് ഡിസാസ്റ്ററിനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നായിട്ട് നോക്കാം. ലെവൽ L0, പീരീഡ് ഓഫ് നോർമൽസി. അതായത് ഒരു ഇപ്പൊ നമ്മള് ഈ വയനാട് ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇതിനെ നാഷണൽ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാലാണ് അത്രയും നമുക്ക് ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ചർച്ചകൾ നടന്നു കഴിഞ്ഞപ്പം സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടെന്ന്. അപ്പൊ അത് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഒരു ദുരന്തത്തിനെ നാഷണൽ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ
അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇത്ര ആളുകൾ മരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദുരന്തങ്ങളൊക്കെയാണ് നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എന്താണ് വെറുതെ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്, നമ്മളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് അതൊരു വലിയ ദുരന്തം തന്നെയാണ്. പക്ഷെ ഒരു ഒരു കൺട്രിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറെ സ്റ്റേറ്റിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോ എല്ലാത്തിനെയും ഇങ്ങനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല, കാരണം ഇത്ര ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എത്രത്തോളം ഗ്രാവിറ്റി ഉണ്ട് എന്നതിനേക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ ദുരന്തത്തിനെ നാഷണൽ ഡിസാസ്റ്റർ ആണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോ അതിന് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ പറയുന്ന സ്ഥലത്ത് സന്ദർശിച്ച് അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അത് നാഷണൽ ദുരന്തമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ അതിനെ പല ലെവലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലെവലാണ് ലെവൽ 0, പീരീഡ് ഓഫ് നോർമൽസി. അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ലെവലാണ് ലെവൽ 0 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ലെവൽ L1 ആണ്. L0 ആണ് അത് ഫസ്റ്റ് ലെവൽ 0, പീരീഡ് ഓഫ് നോർമൽസി. പിന്നെ വരുന്നത് ലെവൽ L1 ആണ്. L1 ഓക്കെ, L1 എന്ന് കൊടുത്തിട്ടില്ല ഞാൻ, ലെവൽ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. L1 അത് ലെവൽ L1 വരുന്ന ദുരന്തമാണെങ്കിൽ അതിനെ ഡിസ്ട്രിക്റ്റിന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ L1 ഒരു ദുരന്തമെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ദുരന്തം നടന്നത് ആ ഡിസ്ട്രിക്ട് തന്നെയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലെവൽ 2ലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ലെവൽ മാനേജ്മെന്റ് ആവും. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഫ്ലഡ് അതൊരു സ്റ്റേറ്റ് ലെവൽ മാനേജ്മെന്റ് ആയിട്ടാണ് വന്നത് അല്ലെ. അത് നമ്മളൊരു സ്റ്റേറ്റ് ലെവൽ ആയിട്ടാണ് അതിനെ നമ്മൾ ഡീൽ ചെയ്തത്. കാരണം അത് ഒരു ജില്ല അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അതിനെ മാനേജ് ചെയ്തത്, സ്റ്റേറ്റ് ലെവൽ മാനേജ്മെന്റ് ആയിരുന്നു. ഓക്കെ, അത് ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ്. പിന്നെ ലെവൽ 3 എന്ന് പറയുന്നത് ഒരു കാറ്റസ്ട്രോഫിക് സിറ്റുവേഷൻ ആണ്. അതായത് അതൊരു ആഗോള അല്ലെങ്കിൽ എന്താണ് ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയമായ തലത്തിലേക്കൊക്കെ വരുന്ന ദുരന്തമാണ് കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത്. കാറ്റസ്ട്രോഫി എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് നാശം എന്നൊക്കെ ഉള്ള ഒരു സംഭവമാണ് അല്ലെ. അപ്പോ അത് ലെവൽ 3 വന്നാലാണ് നമുക്ക് ഒരു കാറ്റസ്ട്രോഫിക് സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അത് ലെവൽ 2 വരണം, L2 വരണം. ഇത് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ, ഏത് പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേഷൻ ആണിത്. ഓക്കെ ആണോ? ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഡിസീസുകൾ. ഡിസീസുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ്. ഡിസീസുകൾ നോക്കാം. വൈറസ് കാരണം ഉണ്ടാവുന്ന ഡിസീസ്, ജോണ്ടിസ്, പോളിയോ, സ്മോൾ പോക്സ്, കോമൺ കോൾഡ്, ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന അസുഖങ്ങളാണ് ഡയറിയ, കോളറ, ട്യൂബർകുലോസിസ്. പ്രോട്ടോസോവ കാരണം ഉണ്ടാവുന്നതാണ് ഡിസെൻട്രി, നാർക്കോലെപ്സ്, പയേറിയ, മലേറിയ, അമീബിയാസിസ്. ഇതൊക്കെ എന്താണ് സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിന്റെ പ്രസൻസ് കാരണം ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. ഈ അസുഖങ്ങളുടെ പേരും എന്ത് കാരണമാണ് ഉണ്ടാവുന്നതെന്നും കാണാതെ പഠിക്കുക. ഇതെല്ലാം നമുക്ക് അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇനിയാണ് നമുക്ക് ആക്ട്സ് ആൻഡ് കൺവെൻഷൻസ്. ഏതാണ് ഇതൊന്ന് പറയാൻ പറ്റുമോ? എന്താണ് ആ പേരുകൾ, ഏതൊക്കെ അസുഖമാണെന്നൊന്നും? അതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, കാരണം നമ്മൾ അത്രയും ഇൻഡെപ്ത് ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നമുക്ക് ലിസ്റ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് അസുഖങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ വൈറസും ബാക്ടീരിയ ഒക്കെ കാരണം ഉണ്ടാവുന്ന അസുഖങ്ങൾ, ആ അസുഖം എന്താണെന്നൊന്നും ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. അപ്പൊ അത് നമ്മൾ വെറുതെ പഠിച്ച് സമയം കളയണ്ട, കാരണം അങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കില്ല. കാരണം നമുക്ക് ഇത്രയും വലിയൊരു ടോപ്പിക് ആവുമ്പോൾ നമ്മൾ അധികം അവർ ഫോക്കസ് ചെയ്യാത്ത ഏരിയ നമ്മൾ വെറുതെ നോക്കി നമ്മൾ സമയം കളയണ്ട. ഓക്കെ, അപ്പോ ആ അസുഖങ്ങളുടെ പേരും ആ അസുഖത്തിന് കാരണമാകുന്നതും മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് ഇപ്പൊ ഞാൻ ഈ പിക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി, ഇതിനപ്പുറത്തേക്ക് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിനകത്ത് കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള അസുഖങ്ങളാണ് ഞാനിപ്പോ പിക്ക് ചെയ്തേക്കുന്നത്. അത് മാത്രം ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. അത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ഒക്കെ ചോദിച്ചേക്കാം. ഓക്കെ, അസുഖങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അസുഖം, എന്ത് കാരണമാണ്, അതിന്റെ ലക്ഷണങ്ങള്, അങ്ങനെയുള്ളതൊന്നും നോക്കണ്ട. കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് ടൈം പോകും. കാരണം നമുക്ക് അങ്ങനെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്തൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, അത്രയും ഡെപ്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വെറുതെ വേസ്റ്റ് ആവും അത്രയും പഠിക്കുമ്പോൾ. അത് വേണ്ട. ഓക്കെ,
അപ്പൊ നമ്മൾ ആക്ടുകളും കൺവെൻഷൻസും ആണ് ഇനി നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ്. ഓക്കെ, എർത്ത് സമ്മിറ്റ് അഥവാ ഓക്കെ, അപ്പൊ റിയോ ഡി ജനേറിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അജണ്ട 21 എന്ന് പറയുന്നത്. അജണ്ട 21 ഇമ്പോർട്ടന്റ് ആണ്, അജണ്ട 21. അപ്പോ നമ്മള് എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ് 1992 റിയോ ഡി ജനേറിയോയിൽ വെച്ചിട്ടാണ്. എന്തായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്? ലോകത്തിൽ ആകമാനം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അജണ്ട 21 ഇതിന്റെ ഭാഗമായിരുന്നു. എന്താണ് അജണ്ട 21 എന്ന് നോക്കാം. ആൻ ആക്ഷൻ പ്ലാൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്, യുഎന്നിന്റെ ഒരു ആക്ഷൻ പ്ലാൻ ആണ് റിലേറ്റഡ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ബ്ലൂ പ്രിന്റ് ഓഫ് ആക്ഷൻ ടു ബി ടേക്കൺ ഗ്ലോബലി. അതായത് ലോകത്തിൽ ആകമാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. Globally, nationally and locally by organizations of the UN, government and major groups in every area in which humans directly അഫക്ട് എൻവയൺമെന്റ്. അതായത് മനുഷ്യര് പ്രകൃതിയെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയകളിലൊക്കെ നമ്മൾ എന്ത് കൊണ്ടുവരിക? ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ UN മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് അജണ്ട 21. എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ആണ് റിയോ ഡി ജനേറിയോയിൽ വെച്ചിട്ടാണ് നടന്നത്. 1992 അവരുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? ലോകത്തിൽ ആകമാനം സുസ്ഥിര വികസനം കൊണ്ടുവരാം. വികസനം വേണം, പക്ഷേ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടുള്ള വികസനം ആവരുത്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സമ്മിറ്റ് ആണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺവെൻഷൻ ആണ് എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അജണ്ട 21 UN-ന്റെ ആശയമാണെന്ന് പറഞ്ഞു. അവിടെയും ഈ കാര്യം തന്നെയാണ് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ നമ്പർ 21 എന്ന് പറയുന്നത് എന്തിനാണ്? റെഫേഴ്സ് ടു ആൻ അജണ്ട ഓഫ് 21st സെഞ്ചുറി, അതായത് 21ാം നൂറ്റാണ്ടില് നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അജണ്ട 21 എന്ന് പറയുന്നത്. അപ്പൊ 21ാം നൂറ്റാണ്ടിലെ അജണ്ടയാണ് അജണ്ട 21. അപ്പൊ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ നേടിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അജണ്ട 21, അതായത് സുസ്ഥിര വികസനം. അത് ലോകത്തിൽ ആകമാനം സുസ്ഥിര വികസനം കൊണ്ടുവരിക എന്ന് ലക്ഷ്യമിട്ട് UN മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് അജണ്ട 21. അത് ഈ എർത്ത് സമ്മിറ്റുമായിട്ട് ചേർന്ന് മനസ്സിലാക്കുക. കാരണം എർത്ത് സമ്മിറ്റ് എന്തിനു തന്നെയുള്ളതാണ്? ഈ പറയുന്ന പോലെ സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമ്മിറ്റാണ്, കൺവെൻഷനാണ്. ഓക്കെ, ഇനി ഈ കൺവെൻഷനിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റിൽ 2 ട്രീറ്റികളാണ് സൈൻ ചെയ്തത്. ഒന്ന് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. 2 ട്രീറ്റികൾ ഈ കൺവെൻഷനിൽ റിയോ സമ്മിറ്റിൽ സൈൻ ചെയ്തു. ഒന്നാമത്തത് എന്താണ്? കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയിൽ എന്താ ബയോഡൈവേഴ്സിറ്റി? ഒരു പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം. അപ്പൊ ജൈവ വൈവിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് അവര് ഒരെണ്ണം സൈൻ ചെയ്തത്. രണ്ടാമത്തത് എന്താണ്? UNFCCC, അതാണ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഈ 2 ട്രീറ്റികളാണ് എവിടെ സൈൻ ചെയ്തത്? റിയോ സമ്മിറ്റ് 1992 സൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ 2 ട്രീറ്റികൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കണം. റിയോ സമ്മിറ്റിൽ സൈൻ ചെയ്ത 2 ട്രീറ്റികളാണ്. ഒരെണ്ണം കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി ട്രീറ്റിയും, രണ്ടാമത്തത് എന്താണ്? UNFCCCയുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിക്ക് 2 സപ്ലിമെന്ററി അഗ്രിമെന്റ് ഉണ്ട്. ഒന്ന് കാർത്തിജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും. അപ്പോ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. റിയോ സമ്മിറ്റ് അല്ലെ, അഥവാ എർത്ത് സമ്മിറ്റ് 1992 2 ട്രീറ്റികൾ സൈൻ ചെയ്തു. ഒന്ന് എന്താണ്? ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതും ഒന്ന് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടത് അല്ലെ. യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് ഓൺ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ. ഇങ്ങനെ 2 ട്രീറ്റികളാണ് സൈൻ ചെയ്തത്. അതിൽ ഒന്നാമത്തെ ട്രീറ്റി ഏതായിരുന്നു? ബയോഡൈവേഴ്സിറ്റി. ആ ബയോഡൈവേഴ്സിറ്റിക്ക് 2 സബ് കാറ്റഗറികൾ ഉണ്ടായിരുന്നു, 2 സപ്ലിമെന്ററി അഗ്രിമെന്റുകൾ ഉണ്ടായിരുന്നു. അതായത് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട 2 അഗ്രിമെന്റുകൾ. അത് ഏതൊക്കെയാണ്? കാർത്തിജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക, കാർത്തിജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അത് എവിടെ വെച്ച് സൈൻ ചെയ്ത ട്രീറ്റിയുടെ ഭാഗമാണ്? റിയോ സമ്മിറ്റ് അഥവാ എർത്ത് സമ്മിറ്റ് 1992 ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി. അതിന്റെ ഭാഗമാണ് കാർത്തിജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും.
അപ്പോ മെയിൻ ആയിട്ട് എന്തോർത്തിരിക്കുക, എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ് 1992, അതിൽ 2 ട്രീറ്റികൾ സൈൻ ചെയ്തു. ഒന്നാമത്തെ എന്താണ്, ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടത്. ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്ത ട്രീറ്റിക്ക് 2 സപ്ലിമെന്ററി അഗ്രിമെന്റ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, കാർട്ടിജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, ഇൻഡെപ്ത് ആയിട്ടൊന്നും നോക്കണ്ട. ഓക്കെ, ഇനി ഈ UNFCCCയുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു, ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ സ്റ്റെബിലൈസ് ചെയ്യുക, അല്ലെ? അതാണല്ലോ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോ UNFCCCയുടെ ഭാഗമായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒബ്ജക്റ്റീവ്. ഓക്കെ, അതിനകത്ത് നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് ആക്ട് ആസ് 7th ഗ്രീൻ ഹൗസ് ഗ്യാസ് ബൈ UNFCCC. UNFCCC എന്ത് ചെയ്തു, നൈട്രജൻ ട്രൈഫ്ലൂറൈഡിനെ 7ാമത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് ആഡ് ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, അപ്പൊ 7ാമത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് UNFCCC ആഡ് ചെയ്ത ഗ്യാസ് ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് ആണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് 195 പാർട്ടികളാണ് ഈ കൺവെൻഷനിൽ ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുക. ഏത് കൺവെൻഷനിൽ, എർത്ത് സമ്മിറ്റ് അഥവാ റിയോ ഡി ജനേറിയോ സമ്മിറ്റ്. ഓക്കെ, ഇനി അപ്പെക്സ് ബോഡി ഓഫ് UNFCCC എന്താണ്, UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഓർ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, COP. അതാണ് നമ്മൾ COP17, COP21 എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതാണ് അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. അപ്പോ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പെക്സ് ബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഓർ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പോ COP എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് ബന്ധം ഉണ്ടാവും, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധം ഉണ്ടാവും എന്ന് ഓർക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ അടുത്ത കുറെ കൺവെൻഷൻസ് നോക്കുന്നത്. എർത്ത് സമ്മിറ്റ്, റിയോ സമ്മിറ്റ് പറഞ്ഞു. അതിൽ 2 ട്രീറ്റികൾ സൈൻ ചെയ്തു. ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരെണ്ണം, അതിന്റെ ഭാഗമായിട്ട് നഗോയ പ്രോട്ടോകോളും കാർട്ടിജീന പ്രോട്ടോകോളും. രണ്ടാമത്തത് UNFCCC, അത് ഗ്രീൻ ഹൗസ് ഗ്യാസുമായി ബന്ധപ്പെട്ടതാണ്. 7ാമത്തെ ഗ്യാസ് ആയിട്ട് നൈട്രജൻ ട്രൈഫ്ലൂറൈഡിനെ ആഡ് ചെയ്തു എന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അതിന്റെ ടോപ്പ് ബോഡി എന്താണ്, COP ആണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. പ്രോട്ടോകോളൊക്കെ കം ടു ഫോഴ്സ് ആയത് 2003 അതിന്റെ ഡേറ്റ് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് തരാട്ടോ. ചിലപ്പോൾ അതിന്റെ ഡേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡേറ്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് തരാട്ടോ. ഓക്കെ, 2003 ആണല്ലേ? ഓക്കെ, വിയന്ന കൺവെൻഷൻ 1985 ഇത് വിയന്ന കൺവെൻഷൻ അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. ടു പ്രിസർവ് ഹ്യൂമൻ ഹെൽത്ത്, ടു പ്രൊട്ടക്ട് എൻവയൺമെന്റ് ഫ്രം എനി ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺവെൻഷനാണ് വിയന്ന കൺവെൻഷൻ. 1985 പിന്നെ ക്യോട്ടോ പ്രോട്ടോകോള് 3rd COP ആണ്. ഏതിന്റെയാ? UNFCCയുടെ 3ാമത് COP. അതായത് ഇതെല്ലാം UNFCCയുടെ ഭാഗമാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് അഗ്രിമെന്റും ഒക്കെ എന്തിന്റെ ഭാഗമാണ്? UNFCCയുടെ ഭാഗമാണ്. അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് UNFCCയുടെ 3rd COP ആണ്. ഓക്കെ, അപ്പൊ UNFCCയുടെ 3rd COP ആണ് എന്ത്? ക്യോട്ടോ പ്രോട്ടോകോള്. അത് നടന്നത് എവിടെയാണ്? ക്യൂട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ജപ്പാനിലാണ്. 1997 ഡിസംബർ 11 അത് എൻഫോഴ്സ് ചെയ്യപ്പെട്ടത് 2005 ഫെബ്രുവരി 16 ഇതിനകത്താണ് 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ മെൻഷൻ ചെയ്യുന്നത്. സൾഫർ ഡയോക്സൈഡ്, മീഥെയിന്, നൈട്രജൻ ഡയോക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺ, പെർ ഫ്ലൂറോ കാർബൺ ആൻഡ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഇങ്ങനെ 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർക്കുക. ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് അഗ്രിമെന്റും ഒക്കെ ഏതിന്റെ ഭാഗമാണ്? UNFCCയുടെ ഭാഗമാണ്. അതിനകത്ത് ക്യോട്ടോ പ്രോട്ടോകോൾ 3rd COP ആണ്. ഏതിന്റെ 3rd COP ആണ്? UNFCCയുടെ 3rd കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ് എന്ത്? ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്യോട്ടോ എന്ന് പറയുന്ന ജപ്പാനിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. അവിടെ വെച്ചിട്ടാണ് ഈ കൺവെൻഷൻ അല്ലെങ്കിൽ ഈ പ്രോട്ടോകോൾ നടന്നത്. ഓക്കെ, അപ്പൊ UNFCCC അവിടെ ഫോം ചെയ്തു. ഇനി വർഷാവർഷം ഈ പറയുന്ന പോലെ ഓരോരോ COPകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ COPയും ഓരോ സ്ഥലത്തായിരിക്കും. ഇത് 3rd COP ആണ്. 3rd COP ക്യൂട്ടോ ജപ്പാനിലായിരുന്നു. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഓക്കെ,
ഇനി ഇവിടെ ഇറ്റ് ഓൺലി ബൈൻഡ്സ് ഡെവലപ്ഡ് കൺട്രീസ് ബിക്കോസ് ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് ദേ ആർ ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ദി കറന്റ് ഹൈ ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇവിടെ ഡെവലപ്ഡ് കൺട്രികളെയാണ് ഇത് കൂടുതലും ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോളിൽ മെൻഷൻ ചെയ്ത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എമിറ്റ് ചെയ്യുന്നത്, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡെവലപ്ഡ് രാജ്യങ്ങളെയാണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്നുള്ളതും ഓർക്കുക. ഏത് ക്യോട്ടോ പ്രോട്ടോകോൾ, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പുറത്തേക്ക് തള്ളുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ഫുട് പ്രിന്റ് ഈസ് ദ ഡെയിലി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഓഫ് എനി ബിസിനസ് യൂണിറ്റ്. ഏതൊരു ബിസിനസ് യൂണിറ്റിന്റെയും ഓരോ ദിവസത്തെയും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ബിസിനസ് യൂണിറ്റും ഒരു ദിവസം എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വിടുന്നത് എന്നതിന്റെ കണക്കാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടാണ്, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 കാർബൺ ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾ വിചാരിച്ച കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രീൻ ഹൗസിൽ അത്ര ഇതില്ലല്ലോ, അതിന്റെ എന്താണ് ഓസോൺ ഡിപ്ലീഷന്റെ അളവൊക്കെ വല്ലേ, പിന്നെ എന്താണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് ഇത്ര അധികം പ്രശ്നമായിട്ട് പറയുന്നതെന്ന്. മറ്റ് ഗ്യാസുകള് പ്രശ്നക്കാരനാണെങ്കിലും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രശ്നക്കാരായിട്ടുള്ള മറ്റ് ഗ്യാസുകൾ ഉണ്ട്. പക്ഷെ മറ്റ് ഗ്യാസുകൾ ഇത്രയും വലിയ അളവില് പ്രകൃതിയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നില്ല, പുറന്തള്ളപ്പെടുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഇപ്പോ ചെറിയ വിഷമാണെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷമായിട്ട് വരില്ലേ, അതുപോലെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം ഇപ്പൊ നമ്മൾ CFC ആണെങ്കിലും HFC ഒക്കെ ആണെങ്കിലും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒത്തിരി വലിയ ക്വാണ്ടിറ്റിയിൽ പ്രകൃതിയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, തള്ളപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഇത്രയും നേരം പഠിക്കുമ്പോൾ വിചാരിച്ചോ കാർബൺ ഡൈ ഓക്സൈഡിന് എന്താണ് 1 അല്ലേ കൊടുത്തേക്കുന്നത്, പിന്നെ എന്തിനാണ് ഇതിന് ഇത്ര ഇങ്ങനെ ഏറ്റവും കുറവ് കാർബൺ ഡൈ ഓക്സൈഡിനല്ലേ ബാക്കിയുള്ളതിനൊക്കെ അല്ലേ കൂടുതൽ, പിന്നെ എന്തിനാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, അപ്പൊ ഒരു കാർബൺ ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഇസ് ഇക്വലന്റ് ഗ്യാസ്. അപ്പോ ഓരോ ബിസിനസ് യൂണിറ്റിനും ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് ഈക്വൽ ആണ്. അതായത് ഇപ്പൊ ഈ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എനി ബിസിനസ് യൂണിറ്റ് അവോയ്ഡിങ് 1 ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. അതായത് ഏതൊരു ബിസിനസ് യൂണിറ്റും 1 ടണ്ണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറച്ചാൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. എന്ത് സർട്ടിഫിക്കറ്റ്? ഒരു കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് ഒരു ബിസിനസ് യൂണിറ്റ്, ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ എന്റെ കമ്പനിയിൽ ഞാൻ 1 ടണ്ണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗം ഞാൻ കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതെനിക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ വിൽക്കാം, വലിയ എമൗണ്ടിൽ വിൽക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ ശ്രമിക്കും അല്ലെ? അപ്പൊ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ വിൽക്കാം. അപ്പൊ ഇത് ആരായിരിക്കും വാങ്ങിക്കുന്നത്? വികസനം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ. കാരണം അവർക്ക് എന്താണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യണം അല്ലെ, അതില്ലാതെ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ കാർബൺ ക്രെഡിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ അവർക്ക് ആ കാർബൺ ക്രെഡിറ്റ് വെച്ചിട്ട് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് എമിറ്റ് ചെയ്യാം. കാരണം അവർ ആ കാർബൺ ക്രെഡിറ്റ് വാങ്ങിച്ചല്ലോ. ഒരു കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ അവർക്ക് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിയാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാർബൺ ക്രെഡിറ്റ് വിൽക്കാൻ പറ്റും. ആർക്ക്? ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക്. ഓക്കെ, അപ്പൊ വികസിത രാജ്യങ്ങൾ അവർ ഓൾറെഡി വികസിച്ചു കഴിഞ്ഞു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഒക്കെ കുറച്ച് അവർക്ക് കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കി അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇത് വിൽക്കാൻ പറ്റും, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക്. അപ്പൊ ഇവരിത് വാങ്ങിക്കും. അപ്പൊ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് എന്നും ഓർക്കുക. ക്ലിയർ ആണല്ലോ അത്? കാർബൺ ക്രെഡിറ്റ് ഒന്നുകൂടെ പറയോ? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ എമിഷൻ കുറച്ചു എന്നൊക്കെ എങ്ങനെയാ കണക്ക്? എന്താണ്? വികസിത രാജ്യങ്ങളുടെ കാർബൺ ഡൈ എമിഷൻ കുറച്ചു എന്നൊക്കെ വിലയിരുത്തുന്നത് ആരാ? അത് അതിനുള്ള ബോഡികളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ UNFCCയുടെ ഭാഗമായിട്ട് അതിനുള്ള ബോഡികളുണ്ട്. അതിപ്പോ ഞാൻ പറയട്ടെ, നമ്മളിപ്പം നമുക്കിപ്പോ ഒരു സിസ്റ്റം ഇല്ലേ, പൊളിറ്റിക്കൽ സിസ്റ്റം ഇല്ലേ, അതുപോലെ ഇതിനെല്ലാം പൊളിറ്റിക്കൽ ഇതിനൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഇതിനെ മേൽനോട്ടം വഹിക്കുന്ന എന്താണ് സിസ്റ്റം ഉണ്ട്. അതായത് അത് ഓരോ തലത്തിലുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഹരിത കർമ്മസേന, അത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്താണ് യൂണിറ്റ് ആണ് അതിന്റെ. അപ്പൊ ഒരിക്കലും UNFCCയുടെ പ്രസിഡന്റിന് വന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും നോക്കാൻ പറ്റില്ല. അപ്പൊ അതിനവർ ചുമതലപ്പെടുത്തിയ സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമുക്ക്
ഒരു പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ, അതിന്റെ താഴെ മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റർ, ഇങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ട് ഇതിനും സംവിധാനമുണ്ട്. ഓക്കെ, അടുത്തത് ക്യോട്ടോ മെക്കാനിസം ആണ്. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ക്യോട്ടോ മെക്കാനിസം 3 രീതിയിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്തത്. ക്യോട്ടോ പ്രോട്ടോകോൾ 3 രീതിയിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്തത്. ഒന്ന്, ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാർബൺ ക്രെഡിറ്റ് വെച്ചിട്ട് അവര് മാർക്കറ്റിൽ അത് വിൽക്കുന്നത്. അതാണ് ഒരു സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ ക്യോട്ടോ മെക്കാനിസം ഒന്ന് എന്തായിരുന്നു? ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് നടത്താം. ഓക്കെ, അതാണ് ഒരു മെക്കാനിസം. രണ്ടാമത്തത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ക്ലീൻ എനർജി ഉപയോഗിക്കുക. ക്ലീൻ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? അധികം പൊല്യൂഷൻ ഉണ്ടാക്കാത്ത, അധികം നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് അധികം ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ പ്രൊമോട്ട് ചെയ്യുക. അതാണ് രണ്ടാമത്തെ മെക്കാനിസം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? കാർബണിന്റെ ഉപയോഗം കുറയ്ക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നക്കാരായ ഗ്യാസുകളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് രണ്ടാമത്തെ മെക്കാനിസം. മൂന്നാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഇത് ഒരു രാജ്യം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ജോയിന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പല രാജ്യങ്ങളും ടൈപ്പ്. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് കണ്ടില്ലേ? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് ടൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതേപോലെ ജോയിന്റ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്യോട്ടോ മെക്കാനിസം 3 രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്തത്. ഒന്ന്, ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. രണ്ടാമത്തത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. മൂന്നാമത്തത് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ജോയിന്റ് ആയിട്ടാണിത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ ഇങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതാണ് പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് 21ാമത്തെ COP ആണ്. മറ്റേത് 3rd COP ആണ്. എന്ത്? ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലെ? UNFCCCയുടെ 2 COPകളാണ് ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോളും പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചും. 2 കാര്യങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ക്യോട്ടോ പ്രോട്ടോകോള് UNFCCയുടെ എത്രാമത്തെ COP ആണ്? 3rd COP ആണ്. UNFCCയുടെ 21ാമത്തെ COP ആണ് പാരീസ് അഗ്രിമെന്റ്. അപ്പൊ നമ്മൾ എവിടുന്നാ വന്നത്? എർത്ത് സമ്മിറ്റ് അഥവാ റിയോ സമ്മിറ്റ് 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന മീറ്റിംഗ് ആണ്. 2 ട്രീറ്റികളാണ് സൈൻ ചെയ്തത്. ഒന്ന് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, അതിന് 2 സപ്ലിമെന്ററി അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. കാർട്ടജീന പ്രോട്ടോകോളും നഗോയ പ്രോട്ടോകോളും. പിന്നെ രണ്ടാമത്തെ ട്രീറ്റി എന്തായിരുന്നു? UNFCCC ആണ്. അതിന്റെ ഭാഗമായിട്ട് 2 COPകളാണ് മെയിൻ ആയിട്ട് നടന്നത്. 3rd COP ആയ ക്യോട്ടോ പ്രോട്ടോകോളും 21st COP ആയ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചും. ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റാണ്. ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? ഈ ഒരു ഓർഡർ ഉണ്ടായാൽ മതി. ഓക്കെ, ഈ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ അഗ്രിമെന്റ് അണ്ടർ UNFCCC adopted by 195 nations on 12th December 2015. 21ാമത്തെ COPയുടെ അല്ലെ? 195 രാജ്യങ്ങളാണ്. UN അംഗമായിട്ടുള്ള 195 രാജ്യങ്ങൾ അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഇവർ പറയുന്നത്? ഫോക്കസസ് ഓൺ ക്ലൈമറ്റ് ജസ്റ്റിസ് ആൻഡ് സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക, ക്ലൈമറ്റിനോട് നമ്മൾ ജസ്റ്റിസ് കാണിക്കുക, ഇതൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്തത്. It is different from Kyoto Protocol. Kyoto Protocol നിന്ന് ഡിഫറെന്റ് ആണ്. ആസ് ഇറ്റ് ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച്. ക്യോട്ടോ പ്രോട്ടോകോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ചെയ്തത്. അതായത് വലിയ സംവിധാനത്തിൽ നിന്ന് താഴത്തേക്ക് വരിക. ഇത് നേരെ തിരിച്ചാണ്. ഓക്കെ, ഇത് ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്കാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ആണ് അത് ഫംഗ്ഷൻ ചെയ്തത്. അപ്പൊ അതിനകത്ത് എത്രത്തോളം ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ ഒരു ചെറിയ പ്രദേശത്തിന് എത്രത്തോളം അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നേരെ തിരിച്ചായിരുന്നു. അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിന്ന് ചെയ്ത് മുകളിലേക്ക്. അതായത് ഇപ്പൊ ഇത്രയും ആലോചിക്കുക. അതായത് നമുക്കിപ്പോ ഒരു രാജ്യത്തിനെ സസ്റ്റൈനബിൾ ആക്കണം. നമ്മൾ എവിടുന്ന് തുടങ്ങണം? ശരിക്കും ഓരോ ഗ്രാമങ്ങളിൽ നിന്ന്, ഓരോ വീടിൽ നിന്ന് തുടങ്ങണം അല്ലെ? ഓരോ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ചിന്തിക്കുക. അതാണ് പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ചിന്തിച്ചത്. ഓക്കെ, അതായത് താഴെ നിന്ന് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ആർക്കുണ്ടായിരുന്നത്? ഈ പറയുന്ന പാരീസ് അഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ ആണെങ്കിൽ ഒരു ഇന്റർനാഷണൽ അപ്രോച്ച് ആണ്. അതായത് അവര് ഒരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ ഒരു ചെറിയ സ്ഥലത്ത് അത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട്
ഇവിടെ പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് താഴെ നിന്ന് ബോട്ടത്തിൽ നിന്ന് മുകളിലേക്കാണ് ഡെവലപ്പ് ചെയ്ത് പോയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇതിന്റെ ഗോൾ എന്താണ്? പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഗോൾ എന്താണ്? ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് പ്രോട്ടോകോളും കൂടെ പറയാനുണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ലെയർ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ. ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു കോൺഫറൻസ് ആണ് റിയോ 20 കോൺഫറൻസ്. മറ്റേ റിയോ സമ്മിറ്റ് വേറെയാണ്, ഇത് റിയോ 20 കോൺഫറൻസ് 2012. മറ്റേത് 1992 നടന്നിട്ടുള്ളതാണ് റിയോ സമ്മിറ്റ്. ഓക്കെ, ഇത് റിയോ 20 കോൺഫറൻസ് ആണ്, 2012 ഇതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അടുത്തൊരു കൺവെൻഷൻ ആണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിലെ നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംവിധാനമാണ് IUCN. ഇത് അതായത് ഇപ്പോ എന്താണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, ഇപ്പൊ നമ്മൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചിട്ട് നമ്മളിപ്പോ ഏതെങ്കിലും മൃഗങ്ങളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ശിക്ഷയൊക്കെ കിട്ടുന്നത് അല്ലെ. ഇപ്പൊ ക്ലാസ് 1 പെടുന്ന മൃഗങ്ങളാണെങ്കിൽ നമ്മൾ അതിന് കൊന്നിട്ടുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ വരെ കിട്ടും അല്ലെ. ഇപ്പൊ എന്താണ് നമ്മുടെ സഞ്ജയ് ദത്തൊക്കെ എന്താണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിൽ പെട്ട ആനിമൽസിനെയാണ് നമ്മൾ കൊല്ലുന്നതെങ്കിൽ അതിന് നമുക്കുള്ള പെനാൽറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊക്കെ മൃഗങ്ങളാണ്, ഏതൊക്കെ പക്ഷികളാണ് എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ വരുന്നത്, ഇതിനൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് IUCN എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ IUCN-ലെ ജോലിക്കാരാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അതായത് ഏതൊക്കെ മൃഗങ്ങളാണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ മൃഗങ്ങളാണ് എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ നിർണ്ണയിക്കുന്നത് ഇവരാണ്. അത് ഈ പറയുന്ന നമ്പറുകളൊക്കെ അല്ലെ, ഓരോ ബയോസ്ഫിയർ റിസർവുകളും ഒക്കെ പോയിട്ട് ഇവര് അതിന്റെ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ കണക്കെടുത്ത് ഫുട് പ്രിന്റ് ഒക്കെ വെച്ചിട്ടാണ് ടൈഗറിന്റെ നമ്പർ എടുക്കുന്നത്. ഓക്കെ, ഇതൊന്നും നമുക്ക് കറക്റ്റ് കണക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം എത്ര പുതിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവര് കണക്കെടുത്തിട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു സംവിധാനമാണ് IUCN എന്ന് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, ഇത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റിന്റെ പ്രൊഡക്ഷനും എലിമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ ആണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. ഓക്കെ, സ്റ്റോക്ക്ഹോം എന്ന് പറയുമ്പോൾ POP സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? POPക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണ് ഡയോക്സിൻ എന്ന് പറയുന്നത്. അതായത് അമേരിക്ക വിയറ്റ്നാം വാറിൽ എന്താണ് വലിയ കാടുകളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയോക്സിൻ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ സ്പ്രേ ചെയ്തു. അതിനെ ഏജന്റ് ഓറഞ്ച് എന്നാണ് അവർ വിളിച്ചത് ആ സമയത്ത്. ഓക്കെ, അപ്പൊ അത് അത്രയും പ്രദേശത്ത് ഈ ഡയോക്സിൻ അവർ സ്പ്രേ ചെയ്ത കാരണം അതൊരു പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണ്, അത് അങ്ങനെ നശിച്ചു പോവില്ല. അപ്പൊ അത് ഈ അതൊരു POP ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിയറ്റ്നാം വാറിൽ US ഏത് കെമിക്കലാണ് അവർ യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയോക്സിൻ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ബയോ പവർ, ഈ പറയുന്ന വൈറസ് എന്താണ് മറ്റു രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി വൈറസ് ഉപയോഗിക്കുക, മറ്റു രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കെമിക്കലുകൾ ഉപയോഗിക്കുക. ചില സമയത്ത് ഇപ്പോ ചില എന്താണ് ഇതുണ്ടല്ലോ, എന്താണ് അതിന് പറയാ, കള. നമ്മൾ ശരിക്കും കള എന്താ പ്രശ്നം എന്ന് ഇപ്പോ ഈ അടുത്ത് ആണ് ഞാൻ എവിടെയോ ആണ് വായിച്ചത്. നമ്മൾ ഈ വേലിക്കരികിൽ കാണുന്ന ഒരു ഭയങ്കര സ്മെല്ലുള്ള ഒരു റൗണ്ട് ആയിട്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. വേലിക്കരിയിൽ കാണുന്ന ഭയങ്കര മണമുള്ള ഇന്റൻസ് ആയിട്ട് അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ഇതളുകൾ ഇങ്ങനെ വീണ് പോകും. അതിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാം. അതിനിങ്ങനെ ഒരു റൗണ്ട് ഉണ്ടയായിട്ട് ഇങ്ങനെ ഒരു വിത്ത് പോലെ അതിന് കാണാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയിട്ട് അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് കറുത്ത് വരും. വേലിക്കരികിലൊക്കെ കാണുന്ന അതിന്റെ ഇപ്പോ നമ്മള് ഈ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് അതൊരു കളയാണ്, അത് ഭയങ്കരമായിട്ട് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു കളയാണെന്ന്. ഞാനത് അതിന്റെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ബയോ പവർ ഉപയോഗിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. ഓക്കെ,
അപ്പൊ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ POPയുടെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ അതിന്റെ എലിമിനേഷൻ കുറയ്ക്കുക എന്നുള്ളതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കൺവെൻഷനാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. പിന്നെയുള്ള ഒരു കൺവെൻഷനാണ് റാംസർ കൺവെൻഷൻ. റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത് വെറ്റ്ലാൻഡിന്റെ കൺസർവേഷൻ. വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ചതുപ്പ് നിലങ്ങള്, അതിന്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷനാണ് റാംസർ കൺവെൻഷൻ എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പൊ ഈ ഓരോ കൺവെൻഷനും എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. തണ്ണീർത്തടങ്ങൾ. യെസ്. ഞാൻ എന്താ പറഞ്ഞത്? ചതുപ്പാണ് പറഞ്ഞത്. ചതുപ്പല്ല, തണ്ണീർത്തടങ്ങളാണ്. മാറിപ്പോയതാണ്. ഓക്കെ. ബേസിൽ കൺവെൻഷൻ ഓൺ ഹസാർഡസ് വേസ്റ്റ്. ഹസാർഡസ് വേസ്റ്റ് അതായത് ഈ പറയുന്ന ഭൂമിക്ക് ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളുടെ ഡംപിങ് കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട കൺവെൻഷനാണ് ബേസിൽ കൺവെൻഷൻ. പിന്നെ മിനാമാട്ട കൺവെൻഷൻ നമ്മൾ മെർക്കുറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മെർക്കുറിയുടെ ഉപയോഗം കുറയ്ക്കുക, അത് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുക, അതൊക്കെയായി ബന്ധപ്പെട്ട കൺവെൻഷനാണ് മിനാമാട്ട കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മിനാമാട്ട ഡിസീസ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോവില്ല. ഓക്കെ. ഇനിയാണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് ഉപയോഗിക്കുന്നതാണ്. ഏതാണ്? നീലമാത എന്നിട്ടുള്ളത് എവിടെ ഒരു സ്ഥലത്ത് നടന്നതല്ലേ അങ്ങനെ? ജപ്പാൻ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജപ്പാനില് ജപ്പാൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെർക്കുറി പറഞ്ഞപ്പോ, മെർക്കുറിയുടെ പോയിസണിങ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്. ഓക്കെ. അപ്പൊ ആ മെർക്കുറിയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഡിസ്പോസൽ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട കൺവെൻഷനാണ് മിനാമാട്ട. ഓക്കെ. അടുത്തത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് കോഫി അണ്ണനാണ് ഈ സമ്മിറ്റ് ഇനാഗുറേറ്റ് ചെയ്തത്. ഇത് 2015 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആണ് നമ്മൾ പറഞ്ഞത്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് 8 ഗോളുകളാണ് ഇതിനകത്ത് പറയുന്നത്. 2015 കൂടിയിട്ട് UN അംഗമായിട്ടുള്ള 191 രാജ്യങ്ങൾ അച്ചീവ് ചെയ്തിരിക്കേണ്ട ഗോളുകളാണ്. 8 ഗോളുകളാണ് ഇതിനകത്ത് പറയുന്നത്. ആ പോയിന്റുകൾ, മെയിൻ പോയിന്റുകളാണ് ഞാനിപ്പോ പറയുന്നത്. UN അംഗമായിട്ടുള്ള 191 രാജ്യങ്ങൾ, 191 കൺട്രീസ് 2015 ആവുമ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യേണ്ട 8 ഗോളുകളാണ് ഇതിനകത്ത് പറയുന്നത്. അത് അച്ചീവ് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ഓക്കെ, അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതാണ് വീണ്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ഓക്കെ. അപ്പൊ ഇത്രയും ഓർക്കുക. 2015 ആവുമ്പോഴത്തേക്കും UN അംഗമായിട്ടുള്ള 191 രാജ്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട 8 ഗോളുകളാണ്. 8 ഗോളുകൾ 191 രാജ്യങ്ങൾ 2015 കൂടി. ഈ ഇനാഗുറേറ്റ് ചെയ്തത് മിസ്റ്റർ കോഫി അണ്ണൻ ആയിരുന്നു. അന്നത്തെ UN ജനറൽ സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ കോഫി അണ്ണനാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഇത് സൈൻ ചെയ്തത് സെപ്റ്റംബർ 2000 UN ഹെഡ്ക്വാർട്ടേഴ്സ് ആയ ന്യൂയോർക്കിൽ വെച്ചാണ് സൈൻ ചെയ്തത്. ഓക്കെ. 191 രാജ്യങ്ങൾ 2015 കൂടിയിട്ട് അച്ചീവ് ചെയ്യേണ്ട 8 ഗോളുകൾ സെപ്റ്റംബർ 2000 UN ഹെഡ്ക്വാർട്ടേഴ്സ് ആയ ന്യൂയോർക്കിൽ വെച്ചിട്ട് സൈൻ ചെയ്തു. അത് ആ സമിറ്റ് ഇനാഗുറേറ്റ് ചെയ്തത് അന്നത്തെ UN ജനറൽ സെക്രട്ടറി ആയിരുന്ന കോഫി അണ്ണനാണ് എന്നുള്ള കാര്യവും ഓർക്കാം. ഓക്കെ. ഇനി നമുക്ക് ആ 8 ഗോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. ഓക്കെ. ഓരോ ഗോളുകളായിട്ട് നോക്കാം. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. പോവർട്ടി, ഹങ്കർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഉന്മൂലനം ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടാണ് മിഡ് ഡേ ഉച്ചക്കഞ്ഞി വിതരണം ഒക്കെ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ. സോറി, ഇറാഡിക്കേറ്റ് കുറച്ച് കൊണ്ടുവരല്ലേ? ഇറാഡിക്കേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടച്ചു നീക്കുക എന്നാണ് ഇറാഡിക്കേറ്റ്. ഇപ്പൊ നമ്മള് ഇത് ഇറാഡിക്കേറ്റ് ചെയ്തില്ലേ നമ്മള് സ്മോൾ പോക്സ്, വസൂരി, കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മള് തുടച്ച് നന്നായിട്ട് ഉന്മൂലനം ചെയ്യല. അതങ്ങനെ ഇത് നടന്നില്ല. ഇത് അവർ ഗോളാണ്. ഈ ഗോള് നടന്നില്ല. അവരുടെ ലക്ഷ്യം ഇതായിരുന്നു, പക്ഷെ അവർക്ക് സാധിച്ചില്ല.
അവർ ലക്ഷ്യമിട്ടത് ഇറാഡിക്കേഷൻ ആണ്, പക്ഷെ അതിന് നടന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് SDG വരുന്നത്. ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള് പരാജയപ്പെട്ടതുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് വന്നത്. ഓക്കെ, അപ്പോ മിഡ് ഡേ മീൽ സ്കീം, ഉച്ചക്കഞ്ഞി വിതരണം, ഗ്രീൻ റവല്യൂഷൻ എന്താ? ബർലോഗാണ് ശരിക്കും ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്ന് പറയാ. ഇന്ത്യയിൽ അത് MS സ്വാമിനാഥനാണ്. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഈൽഡ് കൂട്ടാൻ, അതായത് BT ടെക്നോളജി കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെ ഗ്രീൻ റവല്യൂഷൻ ഹൈ യീൽഡിംഗ് വെറൈറ്റികൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതൽ ഈൽഡ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതൊക്കെ മാറ്റാം എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നത്. മിഷൻ അന്ത്യോദയ, പോഷൻ അഭിയാൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഗവൺമെന്റ് സ്കീമുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പോവർട്ടി എറാഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഹരിത വിപ്ലവം. അത് അന്താരാഷ്ട്രത്തില് ബർലോഗാണ് അതിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ അപ്പോ എന്തൊക്കെയാണ്? മിഡ് ഡേ മീൽ സ്കീം അല്ലെ, ഉച്ചക്കഞ്ഞി വിതരണം, അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം അല്ലെ. ഹരിത വിപ്ലവത്തിന്റെ ഫാദർ ആരാണ്? ബർലോഗാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഫാദർ ആരാണ്? MS സ്വാമിനാഥൻ. അപ്പൊ ഹരിത വിപ്ലവം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈൽഡ് കൂടുന്ന വെറൈറ്റികൾ ഉപയോഗിക്കുക. അപ്പൊ അതാവുമ്പോൾ കർഷകർക്ക് ഇത്ര കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഈൽഡ് കിട്ടും അല്ലെ, അത്രയും എന്താണ് വിളവ് കിട്ടും. അപ്പൊ അത്രയും വിളവ് കിട്ടുന്ന സമയത്ത് അവിടെ പോവർട്ടി കുറയ്ക്കാൻ അത് സഹായിക്കും. അതുകൊണ്ടാണ് ഗ്രീൻ റവല്യൂഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പോവർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു സ്കീമുകൾ, മിഷൻ അന്ത്യോദയ, പോഷൻ അഭിയാൻ, അങ്ങനെയുള്ള സ്കീമുകളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഈ ഗോളിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സ്കീമുകളാണിതെല്ലാം എന്ന് ഓർക്കുക. ക്ലിയർ ആണോ? അത് സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് ഗോൾ, അപ്പൊ ഒന്നാമത്തെ ഗോള് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, ഹങ്കർ കുറയ്ക്കുക. ഓക്കെ. രണ്ടാമത്തത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുക എന്നുള്ളതാണ്. 14 വയസ്സിന് താഴെയുള്ള, കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആർട്ടിക്കിൾ 21A അത് പറയുന്നത് അല്ലെ. പിന്നെ അതേപോലെ തന്നെ DPSP, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും അത് ആർട്ടിക്കിൾ 45 ആണെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോ അതിനകത്തും ഈ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ 2 ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന് DPSPയിലാണ്. DPSPയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അല്ലെ. DPSPയിൽ പറഞ്ഞ കാര്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കേസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു അമെന്റ്മെന്റ്, എത്രാമത്തെ അമെന്റ്മെന്റ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 44ാമത്തെ അമെന്റ്മെന്റ് ആണോ 42 ആണോ, അത് പ്രകാരമാണ് നമ്മുടെ 21A എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കുന്നത്. 21A കൂട്ടിച്ചേർക്കുന്നത് 24ാം അമെന്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. അത് പോട്ടെ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതാണ്. അപ്പോ 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ആ ഒരു സംഭവം. ഓക്കെ. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷൻ യൂണിവേഴ്സൽ ആയിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളത്, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്റെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. സർവശിക്ഷാ അഭിയാൻ, പിന്നെ രാഷ്ട്രീയ ഉച്ചസാർ ശിക്ഷാ അഭിയാൻ, ഇങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ. സർവശിക്ഷാ അഭിയാന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പെൻസില്, ഒരു കുട്ടി ഇങ്ങനെ ഓടിപ്പോയിട്ട് ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു സിമ്പിൾ ഉണ്ട് സർക്കാരിന്റെ പരസ്യം. അപ്പോൾ സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചസാർ ശിക്ഷാ അഭിയാൻ, റൂസ, ഇതൊക്കെ പ്രൈമറി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സ്കീമുകളാണ്. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2005 ആണ്, 2005 അല്ല, 2005 കറക്റ്റ് ഓർക്കുന്നില്ലേ. DPSPs, ഫണ്ടമെന്റൽ റൈറ്റ്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് 21A ആയിട്ട് അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ DPSPയിൽ ആർട്ടിക്കിൾ 45, അത് എനിക്ക് ഉറപ്പില്ല, ഞാൻ കുറെ മുന്നേ എപ്പോഴോ വായിച്ചാണ്, ഓർമ്മയെന്നാണ് പറയുന്നത്, ഒന്ന് ചെക്ക് ചെയ്യണേ. ആർട്ടിക്കിൾ 45 ആണെന്ന് തോന്നുന്നു DPSP. അത് പ്രകാരം എന്താണ്, പ്രൈമറി എഡ്യൂക്കേഷൻ മസ്റ്റാക്കി എന്താണ് എല്ലാവർക്കും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഗോൾ എന്ന് ഓർക്കാം. ഇനി മൂന്നാമത്തെ ഗോൾ എന്താണ്? ജെൻഡർ ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് കുടുംബശ്രീ ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജോലിയിൽ റിസർവേഷൻ കൊടുക്കുക സ്ത്രീകൾക്ക്. പിന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം അല്ലെ.
പിന്നെ ജനനി സുരക്ഷാ യോജന, ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീമുകൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ ഗോള്. നാലാമത്തെ ഗോള് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്സ്, അതായത് ഈ ശിശു മരണ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ കൊടുത്തു, ജനനി സുരക്ഷാ യോജന, ശിശു സുരക്ഷാ യോജന, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഗോളാണ് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ഹെൽത്ത് അല്ലെ, അമ്മമാരുടെ ഹെൽത്ത്, പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ സ്ത്രീകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വന്ന സ്കീമാണ് ശബള സ്കീം, പ്രിയദർശിനി, രാഷ്ട്രീയ മഹിളാ കോഷ്. ഇതൊക്കെ സർക്കാരിന്റെ സ്കീമുകളാണ് എന്നുള്ളത് ഓർക്കുക. സ്കീമൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതിന്റെ കൂട്ടത്തില് ഏതൊക്കെ സ്കീമിലൂടെയാണ് ഇത് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചത് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്തതാണ്. പിന്നെ ആറാമത്തെ ഗോളാണ് കോമ്പാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസ്. HIV, AIDS, മലേറിയ പോലുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കോമ്പാറ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് NACP, NMCP, നാഷണൽ വെക്ടർ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, അതിന്റെ ഫുൾ ഫോമോ കാര്യങ്ങളോ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ആ ഏരിയ നിങ്ങൾ നോക്കേ വേണ്ട. അത് ഞാൻ ജസ്റ്റ് അതിന്റെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്തേ ഉള്ളൂ. പിന്നെ ഏഴാമത്തെ ഗോള് എൻഷുർ എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ സുസ്ഥിര വികസനം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നാഷണൽ NAPCC, പിന്നെ അതുപോലെ തന്നെ നാഷണൽ സോളാർ മിഷൻ, അതായത് പ്രകൃതിയുടെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എട്ടാമത്തെ ഗോളാണ് ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓഫ് ഡെവലപ്മെന്റ്. അതായത് പല രാജ്യങ്ങൾ ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യുക, ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. അതായത് നമ്മൾ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അതായത് പല രാജ്യങ്ങൾ ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്മെന്റ് കൊണ്ടുവരാം. ഡെവലപ്മെന്റൽ ലോൺസ്, പോളിസീസ് ഫോർ ഇംപ്ലിമെന്റിംഗ് UN സ്കീംസ്, ടെക്നിക്കൽ എയ്ഡ് ടു ദ കൺട്രീസ്. അതായത് ഇപ്പോ നമ്മൾ ISA പറഞ്ഞില്ലേ, ഇന്റർനാഷണൽ സോളാർ അലയൻസ്, അവിടെ ശരിക്കും അതൊരു ഈ പറഞ്ഞിരിക്കുന്ന എട്ടാമത്തെ ഗോളിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതായത് സൺഷൈൻ കൺട്രീസ് അല്ലെങ്കിൽ ഈ പറയുന്ന സോളാർ എനർജി നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങൾ അത് ഉപയോഗപ്പെടുത്താത്ത രാജ്യങ്ങളെ സഹായിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഒക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഗോളാണ് എട്ടാമത്തെ ഗോൾ. ഓക്കെ, ഇത് 2015 ആകുമ്പോഴത്തേക്കും അച്ചീവ് ചെയ്യണമെന്നായിരുന്നു, പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്തു, നമ്മള് അടുത്തതായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് കൊണ്ടുവന്നു. കാരണം നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് മുന്നോട്ട് വെച്ചു. ഓക്കെ, ഇത് 2016 സെറ്റപ്പ് ചെയ്തേക്കുന്നത്. 2015 മുതൽ 30 വരെയാണ് അതിന്റെ കാലയളവ്. ഇതിനുള്ളിലായിട്ട് അച്ചീവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2015 കൂടിയിട്ട് ഇതിന്റെ കാലാവധി തീർന്നു, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിന്റെ കാലാവധി തീർന്നു. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല കുറെ കാര്യങ്ങൾ. അപ്പൊ അത് കാരണം 2015 മുതൽ 30 വരെ എന്നുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നുള്ള ഒരു ഗോള് കൊണ്ടുവന്നു. ഓക്കെ, ഇത് ഇംപ്ലിമെന്റ് ചെയ്ത നീതി ആയോഗാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ് അല്ലെ, നീതി ആയോഗ്. ഓക്കെ, ഇത് UN ജനറൽ അസംബ്ലിയിലാണ് സെറ്റപ്പ് ചെയ്തത്. 2016 17 ഗോളുകളും 169 ടാർഗറ്റുകളും 232 ഇൻഡിക്കേറ്ററുകളുമാണ്. ഈ കണക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. 17 ഗോള്, നേരത്തെ 8 ഗോളായിരുന്നെങ്കിൽ ഇവിടെ 17 ഗോള്, 169 ടാർഗറ്റുകള്, 232 ഇൻഡിക്കേറ്റേഴ്സ്. എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്? ഇങ്ങനെ ഡിവൈഡ് ചെയ്താലാണ് നമുക്കിത് കുറച്ചും കൂടി പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനും ഇഫക്റ്റീവായിട്ട് അത് നടപ്പിലാക്കാനും പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ 8 ഗോളുകൾ തന്നെ ഉള്ളൂ ഇപ്പോഴും. പക്ഷെ ആ 8 ഗോളുകളെ 17 ഗോളും 169 ടാർഗറ്റും 232 ഇൻഡിക്കേറ്ററും ആക്കി. അതായത് എന്റെ കയ്യിൽ വലിയൊരു കേക്കിന്റെ പീസ് ഉണ്ടായിരുന്നേ, ഞാൻ കട്ട് ചെയ്ത് ഒരു 10-35 പീസാക്കി, അത്രേ ഉള്ളൂ. അതായത് ആ സെയിം സാധനം തന്നെ അതിനെ കട്ട് ചെയ്ത് 17 ഗോളും 169 ടാർഗറ്റും 232 ഇൻഡിക്കേറ്ററും ആക്കിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന് 3 പില്ലേഴ്സ് ആണുള്ളത്. ഒന്ന് സോഷ്യൽ, രണ്ടാമത്തത് എൻവയൺമെന്റൽ, മൂന്നാമത്തത് ഇക്കണോമിക്. ഓക്കെ, അപ്പൊ ഈ 3 ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് സോഷ്യൽ, രണ്ടാമത്തത് എൻവയൺമെന്റൽ,
മൂന്നാമത്തത് ഇക്കണോമിക്, സോഷ്യൽ, എൻവയൺമെന്റൽ, ഇക്കണോമിക്. ഈ 3 പില്ലറിനെ ബേസ് ചെയ്തിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് വർക്ക് ചെയ്യുന്നത്. 2015 കൂടിയിട്ട് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ അവസാനിച്ചു. കാരണം 2015 അച്ചീവ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. 2015 ആയപ്പോൾ അതിനകത്ത് 8 ഗോളുകളും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ആ 8 ഗോളുകളെ 17 ഗോളാക്കി, 169 ടാർഗറ്റ് ആക്കി, 232 ഇൻഡിക്കേറ്റേഴ്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്നാണ് വിളിച്ചു. ഓക്കെ, ഇനി അതിലെ 17 ഗോള് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ആദ്യം പോവർട്ടിയും ഹങ്കറും കുറയ്ക്കണം എന്ന് പറഞ്ഞില്ലേ? അതിനെ നോ പോവർട്ടി, സീറോ ഹങ്കർ, ഇങ്ങനെ 2 ആക്കി. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് അതിനെ 3 ആക്കി. അപ്പൊ ഒരു ഗോളിനെ, ആദ്യത്തെ ഗോളിനെ 3 ഗോളാക്കി മാറ്റി. അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗോള് നോ പോവർട്ടി, രണ്ടാമത്തത് സീറോ ഹങ്കർ, മൂന്നാമത്തത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഓക്കെ, അങ്ങനെ 3 ഗോളുകൾ വന്നു. 4ാമത്തെ ഗോൾ എന്താണ്? ആ പ്രൈമറി എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന ഗോൾ കൊടുത്തു. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി, അത് ജെൻഡർ ഇക്വാലിറ്റി തന്നെ കൊടുത്തു. പിന്നെ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി, ഇന്നവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി, സസ്റ്റൈനബിൾ cities and communities, responsible consumption and production, climate action, life below water, അതായത് കടലിലെ ജീവികളെ പറ്റിയിട്ടുള്ളതാണ് ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്, കരയിലുള്ള ജീവികളുടെ മായി ബന്ധപ്പെട്ടത്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്, അതായത് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ ആണ് അവിടെ പറയുന്നത്. ഇങ്ങനെ 17 ഗോളുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഗോളുകളൊന്നും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ഗോളുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡറിൽ എന്താണ് ഗോളുകൾ ഓർഡർ ആക്കിയിട്ട് അങ്ങനെ ഓർഡറിൽ ചോദിക്കും. 3rd ഗോൾ എന്തായിരുന്നു, 4th ഗോൾ എന്തായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഒരുപാട് താഴത്തോട്ടുള്ള ഗോളുകൾ നോക്കിയില്ലെങ്കിലും നിങ്ങൾ പോവർട്ടി, ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഒരു 8 വരെയുള്ള ഗോളുകൾ എന്താണെങ്കിലും ഒന്ന് ഓർഡറിൽ പഠിച്ചു വെച്ചോ. ഇടയ്ക്ക് ഓർഡറിൽ ചോദിച്ചും കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്തൊന്നും പറയാനൊന്നും ഇല്ല, ഇത് കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഗോളുകളെല്ലാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ വായിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കാരണം നിങ്ങൾ എല്ലാത്തിന്റെ ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതിനെ പറ്റി വീണ്ടും റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടു പോകുന്ന ആൾക്കാരല്ല നിങ്ങൾ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ അതിനെ പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ആ, ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? അതാണ് പറഞ്ഞത്. അതായത് ഏതൊരു കമ്പനിക്കും ഇത്ര ടൺ അല്ലെ, 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഒരു 1 കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി ഇങ്ങനെയൊക്കെ ഇല്ലേ, അപ്പൊ ഇതേപോലെ നമുക്ക് ഈ സംഭവം നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. അതായത് അത് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് വാങ്ങിക്കുമ്പോൾ ആ കമ്പനിക്ക് എന്താണ്, ആ സർട്ടിഫിക്കറ്റ് വിൽക്കുന്ന സമയത്ത് ഒരു എമൗണ്ട് അവർക്ക് മണി ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെടുത്ത് പറയുകയാണ്, നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ മാസത്തിൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ചെയ്യില്ലേ അത്? അതല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് ഇത് എങ്ങനെയാ വിൽക്കുന്നതിന്റെ പ്രോസസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വികസിത രാജ്യങ്ങളെ ഇപ്പൊ ഇതിന്റെ ഇതിനൊരു പൊളിറ്റിക്സും കൂടി ഉണ്ട്. അതായത് ഇപ്പം വലിയ വലിയ കുത്തക രാഷ്ട്രങ്ങള് ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് വികസിച്ചപ്പോഴും ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു രാജ്യം വികസിക്കുന്നത് ഫാക്ടറികൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഒരു രാജ്യത്തിന് ഭയങ്കരമായിട്ടുള്ള വികസനം ഉണ്ടാവുന്നത്, അല്ലെ? നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഉറപ്പായിട്ടും ഒരു രാജ്യം വികസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയധികം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ ഈ അമേരിക്ക പോലുള്ള കുത്തക രാഷ്ട്രങ്ങളൊക്കെ വികസിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു UN ഒക്കെ ഫോം ചെയ്ത് ഇവര് എന്താണ്, ഇനി നമ്മൾ സസ്റ്റൈനബിൾ ആവണം എന്നൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മറ്റു പല രാജ്യങ്ങളും ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങള്, പിന്നെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള എത്യോപ്യ, സൊമാലിയ പോലുള്ള സ്ഥലങ്ങൾ അങ്ങനെ വേറെ കിടക്കുന്നു.
അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളൊക്കെ അവിടെ അതിന്റെ ഗ്രോത്ത് അവിടെ സ്റ്റക്കായി പോകും. അപ്പൊ ഈ പറയുന്ന ഈ UN അംഗമായിട്ടുള്ള വീറ്റോ പവർ ഉള്ള അമേരിക്കയെ ഞാൻ എടുത്തു പറയാൻ കാരണം അമേരിക്കക്ക് UN അത്രയും വലിയ പവർ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മറ്റ് രാജ്യങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറയുവാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളെ എഫക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉപയോഗം പക്ഷെ ഇത് തീർത്തും ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ വികസിത രാജ്യങ്ങള്, അതായത് വികസിച്ചു കഴിഞ്ഞ രാജ്യങ്ങളെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അതായത് അവർ ഓൾറെഡി ഡെവലപ്ഡ് ആയി. അപ്പോൾ അവരുടെ ഉപയോഗം അവർ കുറയ്ക്കുകയാണെങ്കിൽ അവർക്കൊരു കാർബൺ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആ കാർബൺ ക്രെഡിറ്റ് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാം? അവർക്ക് മണിയും കിട്ടും, ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഡെവലപ്പ് ആവുകയും ചെയ്യാം. അപ്പൊ അതൊരു ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ അതൊക്കെ നടക്കുന്നത്. അതായത് ഇവർക്ക് മണി കൊടുത്തിട്ട് ആ വികസിത രാജ്യങ്ങൾ കാർബൺ എമിഷൻ നടത്തണം അല്ലെ? നടത്താം. അതായത് ഇപ്പൊ രണ്ടുപേർക്കും നടത്തി കഴിയുമ്പോൾ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാവും. അപ്പൊ അതിനൊന്ന് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് അല്ലെ. ഒരാള് വികസിച്ച് കഴിയുമ്പോൾ മറ്റേ വഴി മാറി കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും അവിടെ നടക്കുന്നത്. കാരണം എല്ലാവരും കൂടി എമിഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാർജ് സ്കെയിലിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ എമിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്യാതിരിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യുവാണ്? നിങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് തരാം എന്ന് പറയുമ്പോൾ ഓക്കെ, ആ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറക്കും. അതെങ്ങനെയാണ് അതിന്റെ ഇത് കുറയ്ക്കാന്നുള്ളത്? അതായത് മറ്റുള്ള ഈ പറയുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള മറ്റ് ഇന്ധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഏതാണ് ശരിക്കും ഈ പറയുന്ന, അതായത് വികസിത രാജ്യങ്ങൾക്ക് ശരിക്കും മറ്റേതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇന്ധനമായിട്ട്. അപ്പം മറ്റുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പം ഏതോ ഒരു കമ്പനിയുടെ സൈറ്റിൽ ഞാൻ കണ്ടതാണ്. അതായത് അവര് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്തിട്ട് ലാസ്റ്റ് അവര് അതിന്റെ താഴെയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്ര കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറച്ചു എന്ന്. അതായത് അത്രയും പേര് ഓഫീസിലേക്ക് ഇന്റർവ്യൂവിന് പേഴ്സണലി വരുന്ന സമയത്ത് അത്രയും ആളുകൾ വാഹനത്തിലാണെങ്കിലും എന്താണെങ്കിലും അവർ വരുന്നതല്ലേ. അപ്പൊ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അവർക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരിങ്ങനെ ലാസ്റ്റ് ആയിട്ട് കാണിച്ചത്. അപ്പൊ അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും കമ്പനികൾക്ക്. അതായത് ഇപ്പോ വർക്ക് ഫ്രം ഹോം കൊടുക്കുക, അതൊക്കെ ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന പൊല്യൂഷൻ റേറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മെത്തേഡുകളൊക്കെ സ്വീകരിക്കാം. അത് ഓരോ കമ്പനിയും സ്വീകരിക്കുന്ന മെത്തേഡുകൾ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ മാം ഇതിന് മുന്നെടുത്ത ക്ലാസ്സിലുണ്ടായ ഭാഗം ഇങ്ങനെ വീണ്ടും വായിച്ചപ്പോ ഉണ്ടായ സംശയമാണ് കേട്ടോ. കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു കാർബണും അതുപോലെ തന്നെ ഒരു ഓക്സിജനും ചേരുന്നതാണ്. ഒരു ഓക്സിജൻ ആറ്റം ആണ്. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബണും 2 ഓക്സിജനും ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെക്കാളും പ്രശ്നക്കാരൻ കാർബൺ മോണോക്സൈഡ് ആണ് ടോക്സിക് വൈസ് നോക്കുമ്പോൾ. രണ്ടിനും 2 കാര്യങ്ങളാണ്. രണ്ടും പ്രശ്നക്കാരാണ്, രണ്ടും 2 രീതിയിലാണെന്ന് മാത്രം. കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഈ പറയുന്ന നമ്മളിപ്പോ ഒരു റൂമിനകത്ത് നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിനകത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുക. കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് ഹീമോഗ്ലോബിനായിട്ട് മാറുകയും പിന്നെ ഓക്സിജൻ ബൈൻഡിങ് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ മരണം വരെ സംഭവിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈ പറയുന്ന പോലെ ഒരു ഗ്രീൻ ഹൗസ് പൊതുവെ പറയാറുള്ളത്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് പ്രകൃതിയിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്? കമ്പഷൻ കാരണം ഉണ്ടാവും. അതായത് ഇപ്പൊ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇവിടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഇത് ബൈൻഡ് ചെയ്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ കമ്പഷൻ ഒക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം ഓക്സിജൻ കത്താനാണല്ലോ ഓക്സിജൻ ആവശ്യമുള്ളത്. അപ്പൊ ഈ കാർബൺ ഈ പറയുന്ന പോലെ മരത്തിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്ന കാർബൺ ആണ്. അപ്പൊ ഈ കാർബണും ഓക്സിജനും ചേരുമ്പോൾ കാർബൺ മോണോക്സൈഡും ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഓക്സൈഡുകളൊക്കെ ഉണ്ടാവുന്നത് ഏത് ഓക്സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കമ്പഷന്റെ ബൈ പ്രൊഡക്റ്റുകളാണ് ഓക്സൈഡുകളൊക്കെ. കാരണം ഒരു സാധനം കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു കമ്പഷൻ നടക്കുമ്പോഴും, ഏതൊരു കത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുമ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഓക്സൈഡുകൾ ഉണ്ടാവും. അവിടെ എന്താണ് കത്തുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഏത് ഓക്സൈഡാ വരുന്നതെന്നുള്ളത് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ പെട്രോളിയം പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനകത്ത് കാർബണും ഹൈഡ്രജനും ഉണ്ട്. അപ്പോ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് അത് വാട്ടർ വേപ്പർ ആയിട്ടും പുറത്തേക്ക് പോകും, H2O. പിന്നെ ഈ ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റുകൾ പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് ലെഡൊക്കെ ചേർക്കും. അപ്പോൾ ആ ലെഡും കൂടെ വരുമ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ കത്തിക്കുന്നത്, ആ കത്തിക്കുന്നത് ഓക്സിജനുമായി ചേർന്നിട്ടാണ് കത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഓക്സൈഡുകളാണ്. അത് പല ഓക്സൈഡുകൾ വരാം. മെയിൻലി നമ്മൾ കമ്പഷന്റെ ബൈ പ്രോഡക്റ്റുകളാണ് എല്ലാ ഓക്സൈഡും. ഏത് ഓക്സൈഡ് എടുത്ത് നോക്കിയാലും അത് കമ്പഷന്റെ ബൈ പ്രോഡക്റ്റുകളാണ്. പിന്നെ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് നിർത്തി ഒരു സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ കോൺഷ്യസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. ഞാൻ ഇതിന്റെ വേറൊരു സൈഡ് പറയുന്നതാണ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ല, എന്നാലും എനിക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ സഹായിക്കും. അതായത് ഇതിന്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്റിക് നമുക്ക് ചീപ്പായിട്ട് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ 5 രൂപയുടെ ലേസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അപ്പോ ആ ലേസിനകത്ത് എന്തായാലും കുറെ കാറ്റാണ്, എന്നാലും കുറച്ചുണ്ടല്ലോ അതിനകത്ത്. അതിനകത്ത് ചേർത്തിയ ഇൻഗ്രീഡിയൻസും ഈ പ്ലാസ്റ്റിക് കവറും ഇതെല്ലാം കൂടി അവർക്ക് നമുക്ക് 5 രൂപയ്ക്ക് തരാൻ സാധിക്കുമെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ അവർക്ക് ഉണ്ടാക്കാൻ അതിന്റെ നിർമ്മാണ ചെലവ് എത്ര കുറവായിരിക്കും. ഇതേ സാധനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഇക്കണോമിക് അല്ല, സസ്റ്റൈനബിൾ ബ്രാൻഡുകൾ, ഇപ്പൊ നിങ്ങൾ സസ്റ്റൈനബിൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ് കുറേ ബ്രാൻഡുകളുണ്ട്. ഇപ്പം കോസ്മെറ്റിക്സിലാണെങ്കിൽ കുറേ ബ്രാൻഡുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലോത്തിന്റെ കേസിലാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നിങ്ങൾ ഏത് സസ്റ്റൈനബിൾ, ഇപ്പൊ ബാംബു ബ്രഷ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനമാണ് ബ്രഷ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വരുന്ന ഒരു സാധനം ബ്രഷാണ്. കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാംബു ബ്രഷ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ബാംബു ബ്രഷിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ റേറ്റ് കൂടുതലാണ്. പിന്നെ പെട്ടെന്നത് ചീത്തയാവും. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രഷ് പോലെയല്ല, അതൊരു 3-4 തവണ യൂസ് ചെയ്ത് 3-4 തവണയല്ല അതിന്റെ, അതായത് നമുക്ക് നോർമലി നമ്മളൊരു പ്ലാസ്റ്റിക് ബ്രഷ് ഉപയോഗിക്കുന്നതിന്റെ അത്രയും സമയം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇന്നത്തെ കാലത്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളിമറുകള് പ്ലാസ്റ്റിക്കുകളൊക്കെ വന്നതോട് കൂടിയിട്ട് അത് ഭയങ്കര ഇക്കണോമിക്കൽ ആയിട്ടുള്ള സാധനവും ഈ പറയുന്ന സാധനം ഭയങ്കര എമൗണ്ട് കൂടുതലല്ല, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധനമായി മാറി. നിങ്ങൾ ഏത് സസ്റ്റൈനബിൾ ബ്രാൻഡ് എടുത്ത് നോക്കിക്കോ, സസ്റ്റൈനബിൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ് അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായി മാറ്റിയിട്ടുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു അതിനകത്ത് വളരെ കുറവ് കണ്ടിട്ടുള്ളത് എനിക്ക് സാധാ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അതായത് സ്ത്രീകളുടെ ഹാൻഡ്സ് പിന്നെ കുർത്ത ഇതൊക്കെ വിൽക്കുന്ന ഒരു സംഭവമാണ്. അത് മാത്രമാണ് എനിക്ക് പിന്നെയും കുറച്ചെങ്കിലും ഒരു ഇക്കണോമിക്കൽ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അവരുടെ ഒരു പാക്കറ്റിംഗ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രൈസ് ടാഗ് പോലും പ്ലാസ്റ്റിക് അല്ല, പേപ്പർ അല്ല, അവര് റീസൈക്കിൾ ചെയ്ത സംഭവം വെച്ചിട്ടാണ്. പിന്നെ അതിനകത്ത് ടൈ ചെയ്യുന്ന ഇതുണ്ടല്ലോ, നമ്മൾ സാധാരണ ഇപ്പൊ ഒരു ഡ്രസ്സിന്റെ ടാഗ് ടൈ ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിന്റെ സംഭവം വെച്ചിട്ടായിരിക്കും. ഒരു ചാക്ക് നൂലിന്റെ പോലത്തെ സംഭവം, ചണത്തിന്റെ നൂല് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് അവരത് പ്രൈസ് ടാഗ് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ സസ്റ്റൈനബിൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ഹൈ എമൗണ്ടിൽ അത് മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് കൊടുത്ത്. അപ്പൊ ഇതൊരു എലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം, ഒരു ക്രീമി ലെയറിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പറയുന്ന പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള എന്ത് സാധനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല്. നിങ്ങൾ വെറുതെ ഇതിനെ കോൺഷ്യസ് ബ്രാൻഡ് എന്നാണ് വിളിക്കുക മാർക്കറ്റിംഗില്. അതായത് ഇത് മാർക്കറ്റിംഗ് ടെക്നീക്കും കൂടിയാണ്. അതായത് ചില ബ്രാൻഡുകൾ പറയും ഞങ്ങൾ കോൺഷ്യസ് ബ്രാൻഡ് ആണെന്ന് പറയുമ്പോൾ അതൊരു മാർക്കറ്റിംഗ് ടെക്നീക്കാണ്. അതായത് ഞങ്ങൾ പ്രകൃതിയെ ഉപദ്രവിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡ്, കോൺഷ്യസ് ബ്രാൻഡ്, ഇങ്ങനെയുള്ളത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതൊരു കുത്തക കമ്പനിയാക്കി മാറ്റുവാണ്. അതായത് ഞങ്ങൾ സസ്റ്റൈനബിൾ ബ്രാൻഡ് ആണെന്ന് പറയും, എന്നിട്ട് ഒരു ചിരട്ട അല്ലെ, നിങ്ങൾ വെറുതെ ആമസോണിലൊക്കെ നോക്കിയാൽ മതി, ഈ ചിരട്ടയൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനമാണ്. ഈ ചിരട്ടയുടെ ഒക്കെ കപ്പ് 600-700 രൂപക്കൊക്കെയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചിരട്ട ചുമ്മാ പോളിഷൻ ചെയ്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഇത് ഇവര് മാർക്കറ്റ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഭവത്തിന് ഒരു പരിധി വരെ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആരും വാങ്ങിക്കാതെ ആവും. അപ്പൊ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇപ്പൊ പ്ലാസ്റ്റിക് കപ്പിന് പകരം ഇങ്ങനെയുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യാം. പക്ഷെ ഇതിന്റെ പിന്നെ ഇതിന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർമ്മിക്കാൻ കുറച്ചും കൂടെ ചെലവ് കൂടുതലാണെന്നാണ് പറയുന്നത്. മറ്റ് സംഭവങ്ങളെ പോലെ അല്ല. അതായത് ഇപ്പൊ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ നിർമ്മിക്കുന്നത് പോലെ അല്ല ഇത് ഇങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കുമ്പോൾ നിർമ്മാണ ചെലവ് കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പൊ നമ്മള് കൈത്തറിക്ക് റേറ്റ് കൂടുതൽ എന്തുകൊണ്ടാണ്? കാരണം അത് നിർമ്മാണ ചെലവ് അതിന് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് സസ്റ്റൈനബിൾ ബ്രാൻഡുകൾക്ക് നിർമ്മാണ ചെലവ് കൂടുതലാണ്, ഒന്നിച്ച് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും. നമ്മുടെ എൻവയൺമെന്റിന്റെ സൈഡിൽ നിന്ന് അതൊരു വലിയ മുന്നേറ്റമായിരിക്കും. കാരണം ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നിർബന്ധമൊന്നുമില്ല പ്ലാസ്റ്റിക് ഉപയോഗിക്കണം എന്ന്. പക്ഷെ പ്ലാസ്റ്റിക് ചീപ്പായിട്ട് കിട്ടുന്നോണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതേ സാധനം തന്നെ ഇത് ചീപ്പായിട്ട് മറ്റത് നിർമ്മിക്കാൻ സാധിക്കുവാണെങ്കിൽ എന്താണ്? എല്ലാവരും അതിലേക്ക് മാറും. പക്ഷെ ഇത് ചീപ്പായിട്ട് നിർമ്മിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്.